കർത്താവിൽ എനിക്ക് ഏറ്റവും സ്നേഹവും ബഹുമാനവും ആദരവും ഉള്ളതായ സോണി ഫിലിപ്പച്ചൻ, ഇളമ്പൽ ജെറുസലേം മാർത്തോമ ഇടവകയിലെ വിശ്വാസികൾ സമൂഹമേ, നിസ്തുലനായിരിക്കുന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ ഈ രാത്രിയിൽ സ്നേഹവന്ദനത്തെ അരുളുകയാണ്. നൂറ്റി 156 വർഷത്തിലെ ഇടവക ദിനത്തോട് അനുബന്ധിച്ച് നടത്തപ്പെടുന്നതായ ഇടവക കൺവെൻഷൻ്റെ 2ാമത്തെ രാത്രിയിൽ ദൈവദിനം ശുശ്രൂഷിപ്പാനായി എനിക്ക് ലഭിച്ചതായ ഈ വലിയ ദൈവ നിയോഗത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇതിലേക്ക് എന്നെ വളരെ സ്നേഹാദരവുകളോടുകൂടെ ക്ഷണിച്ച ഈ ഇടവയുടെ വികാരിയായിരിക്കുന്ന സോണി ഫിലിപ്പച്ചൻ, ദീർഘകാലമായി ഞങ്ങൾക്കും തമ്മിലുള്ളതായ ബന്ധം, ആത്മബന്ധം, ആ ഒരു വലിയ സ്നേഹത്തിൻ്റെ നിദർശനമാണ് ഈ രാത്രിയിലെ ഈ ശുശ്രൂഷയ്ക്കായി എനിക്ക് ഈ നിയോഗം ലഭിച്ചത്. തമ്പുരാൻ ഇന്ന് പകലിൽ യാത്ര ചെയ്ത് ഇവിടെ കടന്നു വരുവാൻ സഹായിച്ചു, ആരോഗ്യത്തോടുകൂടെ എത്തിച്ചേർന്നു. നിങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിചാരം. ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയുടെ നടത്തിപ്പിന് വേണ്ടി ഏറെ പ്രാർത്ഥനയോടുകൂടെ ഈ രാത്രിയിൽ ദൈവസന്നിധിയിൽ അടുത്ത് വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വാദ്യോപകരണങ്ങളൊന്നുമില്ലായിരുന്നുവെങ്കിലും മനോഹരമായി ഈ പ്രിയപ്പെട്ടവർ പാടി ദൈവത്തെ സ്തുതിച്ചു. അത് ഏറെ ഹൃദ്യമായിരുന്നു എന്നുള്ളത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. ഞാനിവിടെ വന്നിരുന്നപ്പോൾ അച്ഛനോട് പറഞ്ഞാ, സുന്ദരമായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ഈ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നത് എത്ര ശ്രേഷ്ഠകരം. 156 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പിതാക്കന്മാർക്ക് കൊടുത്തതായ ഒരാത്മീയ തീഷ്ണത, അവരുടെ കണ്ണുനീർ, അവരുടെ അധ്വാനം എത്ര ഉന്നതമായിരുന്നു എന്നുള്ളത് ഏറെ ചിന്തിക്കേണ്ടത് ആവശ്യം. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതിൽ ഒരു 70 വയസ്സിന് മേളിൽ പ്രായമുള്ളവരുണ്ടോ എന്നെനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മുടെ പിതാക്കന്മാർ 156 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഇത്ര മനോഹരമല്ലായിരുന്നുവെങ്കിലും ഇപ്പം അച്ഛൻ ഇതെന്നോട് പറഞ്ഞ് 2 വർഷം കഴിഞ്ഞുള്ളെന്നാണ് പറഞ്ഞു. എത്ര 3 വർഷം. അപ്പം 3 വർഷം കഴിഞ്ഞതേ ഉള്ളൂ ഈ മനോഹരമായ ദേവാലയം പൂർത്തീകരിച്ചിട്ട്. നമ്മുടെ പിതാക്കന്മാർ ആരാധിച്ചതായ ദേവാലയം ചിലപ്പോൾ ഓല ഷെഡിനകത്തായിരുന്നായിരിക്കാം. അത് കണ്ടവരാരും ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ അവർക്ക് കൈമുതലായിട്ടുണ്ടായിരുന്നത് പ്രാർത്ഥനയും വിശ്വാസവും കണ്ണുനീരും മാത്രമായിരുന്നു. ഇന്നിൻ്റെ തലമുറയിൽ ആ പിതാക്കന്മാർക്കും മാതാക്കളും ഉണ്ടായിരുന്നതായ കണ്ണുനീരും വിശ്വാസവും പ്രാർത്ഥനയും അതിൻ്റെ തീക്ഷ്ണതയും എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഈ കാലഘട്ടങ്ങളിലേറെ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊരു നല്ല ഓർമ്മയുടെ ദിവസമാണ്. ആ ഓർമ്മകളെ അയവിറക്കുമ്പോൾ തിരിഞ്ഞു നോക്കുവാനും തിരിച്ചു വരുവാനും സമർപ്പിക്കുവാനായിട്ടും കഴിയേണ്ടത് ആവശ്യമാണ്. നല്ല ഓർമ്മകളെ അയവിറക്കുമ്പോഴാകുന്നു എവിടെ നിന്ന് ആരംഭിച്ചു, എങ്ങനെയായിരുന്നു, ഇപ്പോൾ എങ്ങനെയായിരിക്കുന്നു എന്ന് ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. ദൈവത്തിന് നന്ദി പറഞ്ഞ് പോകുവാനായിട്ട് കഴിയേണ്ടത് ഏറെ ആവശ്യം. ഈ രാത്രിയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്ന വേദഭാഗം വിശുദ്ധനായിരിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യമാണ്. ഫിലിപ്പിയ ലേഖനം 12-ാം വാക്യം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. സഹോദരന്മാരെ എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിവാൻ
ഞാൻ ഇച്ഛിക്കുന്നു. തലകളെ വണക്കാം. ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരായിന്നു മന്നിൽ. ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരായിന്നു മന്നിൽ. എന്നാലോ സാധു ഞാൻ സന്നിധി നിന്നതോ, എന്നാലോ സാധു ഞാൻ സന്നിധി നിന്നതോ പൊന്നേശുവേ കൃപയാൽ. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ. എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ, അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ. എൻ്റെ വിശ്വാസം. നിത്യനായിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ എന്നല്ല സ്വർഗീയ പിതാവേ, ഈ രാത്രിയുടെ ശാന്തതയ്ക്കായി നന്ദിയോടെ സ്തോത്രം. തിരുവചനത്തിന് മുമ്പാകെ ഞങ്ങൾക്കായിരിക്കാൻ അവിടെ ഞങ്ങളെ സഹായിക്കുന്ന ദൈവകരുണയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തിരുവചനം ഞങ്ങളെ ജീവിപ്പിക്കുന്നതാ, തിരുവചനം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നതാ, തിരുവചനം ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്നതാ, തിരുവചനം ഞങ്ങളെ മടക്കി വരുത്തുന്നതാ, തിരുവചനം ഞങ്ങളെ തിരുത്തുന്നതാ. ആ വചനത്തിന് മുമ്പാകെ ഈ രാത്രികാലം ഇരിപ്പാൻ തമ്പുരാനെ അവിടുന്ന് സഹായിക്കുന്നതോർത്ത് സ്തോത്രം. ഞങ്ങളുടെ പിതാക്കന്മാർക്ക് കർത്താവേ അവിടുന്ന് കൊടുത്ത വലിയ ദർശനത്തിന് മുമ്പാകെ തങ്ങളെ തന്നെ വിധേയപ്പെടുത്തി ഈ ദേശത്തൊരു സാക്ഷ്യ സമൂഹമായി നിൽപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചു. ഇന്നിൻ്റെ തലമുറ ഏറെ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഈ മനോഹരമായ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളങ്ങേ ആരാധിക്കുമ്പോൾ കർത്താവെ തിരിഞ്ഞു നോക്കുവാൻ, നന്ദി പറയുവാൻ തമ്പുരാനെ അവിടുന്ന് ഇടയാക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ കാലഘട്ടത്തിൽ ശുശ്രൂഷിക്കുന്നതായ ഞങ്ങളുടെ പ്രിയപ്പെട്ട സോണിയച്ചന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഇടവക ചുമതലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്രൈസ്തവ സമയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ രാത്രിയിലെ വചന ശുശ്രൂഷ ഏറെ അനുഗ്രഹമാകുവാൻ ദൈവം സഹായിക്കണമേ. എളിയവനെ അവിടെ നിന്ന് ക്രൂശിൻ്റെ മറവിൽ അവിടെ നിന്ന് മറയ്ക്കണമേ. തരേക ഭക്തന്മാരെ മറച്ചവനായ ദൈവം ഈ രാത്രികാലം ബലഹീനനെ അവിടെ നിന്ന് മറച്ച് കർത്താവെ തിരുവചനത്തിൻ്റെ പൊരുൾ ഭാഗിച്ചു കൊടുക്കുവാൻ അവിടുന്ന് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വരുതാത്ത ഒരു വാക്ക് പോലും നാവിൽ നിന്ന് വരുവാൻ ഇടയാക്കല്ലെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുക. പറയേണ്ട കാര്യങ്ങൾ പറയാനുള്ളതായ പ്രാഗൽഭ്യം അവിടുന്ന് പ്രദാനം ചെയ്യണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഏകാഗ്രത നഷ്ടപ്പെടാൻ ഇടയാക്കല്ലേ, സംശയം കടന്നു വരുവാൻ ഇടയാക്കല്ലേ, മുൻവിധിയോടുകൂടെ എഴുതിപ്പാൻ ഇടയാക്കല്ലേ. കർത്താവെ വചനം ഞങ്ങളോട് ക്രിയ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുറന്ന മനസ്സോടുകൂടെ തുറന്ന ഹൃദയത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിലിരിപ്പാൻ ഞങ്ങൾക്ക് അവിടുന്ന് വരം നൽകണമേ. ഇന്ന് രാത്രി ഭാരത്തോടെ വന്നവരുണ്ടെങ്കിൽ, വേദനയോടുകൂടെ കടന്നു വന്നവരുണ്ടെങ്കിൽ, രോഗികളായി വന്നവരുണ്ടെങ്കിൽ, ആശങ്കയിലിരിക്കുന്നവരുണ്ടെങ്കിൽ, ആകുലതയിലിരിക്കുന്നവരുണ്ടെങ്കിൽ, സങ്കടത്തിലിരിക്കുന്നവരുണ്ടെങ്കിൽ, മനോഭാരത്തിലിരിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവേ നിൻ്റെ മക്കളോട് കരുണയാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങെടുക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് കരമുയർത്തി സ്തോത്രം ചെയ്യാമോ? എത്ര പേരുടെ കരം ഉയർന്നു? ഹല്ലേലൂയ. വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ സഭയിലെ വിശ്വാസികളെ ഓർപ്പിക്കുകയാണ്, സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ ആരറിവാൻ, നിങ്ങളറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അപ്പോസ്തലൻ പറയുക, എനിക്ക് ഭവിച്ചത്, അപ്പോസ്തലന് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് ഫിലിപ്പിയിലെ വിശ്വാസികൾ അറിയാൻ ഞാൻ ഏറെ ആഗ്രഹിക്കുന്നു എന്ന് ഭക്തൻ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പറയുകയാണ്. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എഴുതിയതായ മനോഹരമായ ഒരു ലേഖനമാണ്
ഫിലിപ്പിയ ലേഖനം. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറെ അറിവിൻ്റെ കാലഘട്ടമാണ്. എല്ലാവർക്കും നമ്മുടെ പിതാക്കന്മാരെക്കാൾ ഉണ്ടായിരുന്നതിനേക്കാൾ അറിവ് ഇന്നിൻ്റെ തലമുറയിൽ ഏറെ അറിവുള്ളതായൊരു കാലഘട്ടമാണ് ഇന്നിൻ്റെ കാലഘട്ടം. ഈ കാലഘട്ടത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലായിടത്തും ആഘോഷത്തിൻ്റെ കാലഘട്ടമാണ്. എവിടെ നോക്കിയാലും ആഘോഷങ്ങൾ മാത്രമേ കാണാനായിട്ട് കഴിയുള്ളൂ. ആഘോഷമുണ്ടെങ്കിൽ അവിടെ മാത്രമേ ജനം കൂടുകയുള്ളൂ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇളമ്പലിലാണ് ഇറങ്ങിയത്. ഞാൻ ബസ്സിനാണ് വന്ന്. അപ്പോൾ ഇളമ്പിൽ ഇറങ്ങിയപ്പോൾ അവിടെ രാഷ്ട്രീയ വിശദീകരണ യോഗം നടക്കുകയാണ്. ആ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ ഇതിൻ്റെ 4 ഇരട്ടി ആളുകളുണ്ട്. പക്ഷെ വചനം കേൾക്കാൻ നമുക്കൊരു നിസ്സംഗത അല്ലേ? ഇനി എന്തോ കേൾക്കാനാ? കേട്ട് 156 വർഷം കൊണ്ട് ഞങ്ങൾ കേൾക്കുകയാണ്. ഇനിയിപ്പോൾ എന്തോ വചനം കേൾക്കാനാ അല്ലേ? ആഘോഷങ്ങൾ എവിടെയുണ്ടോ അവിടെ എല്ലാ ആളുകളുണ്ട്. നമ്മുടെ കുറേ കുഞ്ഞുങ്ങൾ ആഘോഷം നടത്താൻ പോയതാണല്ലോ, സ്റ്റേജെല്ലാം കൂടെ പൊളിഞ്ഞ് താഴെ വീണ് കുറേ ജീവിതം നഷ്ടപ്പെട്ടതല്ലേ, ഓടിപ്പോയതാ. അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത അറിവിൻ്റെ കാലഘട്ടം, ആഘോഷത്തിൻ്റെ കാലഘട്ടം, ഉന്മാദത്തിൻ്റെ കാലഘട്ടം. വല്ലാതെ ഒരു ഉന്മാദം പലരെയും ഇന്ന് ഗ്രസിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ഉന്മാദത്തിൻ്റെ കാലഘട്ടമാണ്. അത് കുഞ്ഞുങ്ങൾ മുതൽ അങ്ങ് പ്രായമായവർ വരെയും ചില ഉന്മാദത്തിലാണ്. അവർക്ക് രസം നൽകുന്നതിൽ, ആനന്ദം നൽകുന്നതിൽ അവർ ഗ്രസിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരൊരു ഉന്മാദ ജീവിതം അങ്ങ് നയിക്കുകയാണ്. മറ്റൊരു കാലഘട്ടമാണ് തിമിർപ്പിൻ്റെ കാലഘട്ടം. അപ്പോൾ അറിവിൻ്റെ കാലഘട്ടം, ആഘോഷത്തിൻ്റെ കാലഘട്ടം, ഉന്മാദത്തിൻ്റെ കാലഘട്ടം, തിമിർപ്പിൻ്റെ കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണമെന്നും എന്തായിരിക്കണമെന്നും ഫിലിപ്പിയ സഭയിലെ വിശ്വാസികളെ ഭക്തനായിരിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ ചില കാര്യങ്ങൾ ഓർപ്പിക്കുകയാണ്. ഫിലിപ്പിയ സഭയിലേക്ക് വിശ്വാസികൾ കടന്നു വരുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളുടെ പുസ്തകം 16-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോഴാണ്. അപ്പോൾ മക്കദോനിയയിൽ ഒരു രാത്രി നിൽക്കുന്ന സമയത്ത് കടന്നുപോയി ദൈവവചനം ശുശ്രൂഷിക്കണം എന്നുള്ളതായ ഒരു വലിയ ദർശനം അപ്പോസ്തലനുണ്ടാകുകയാണ്. അപ്പോസ്തലൻ്റെ ജീവിതം നമുക്കറിയാം. മറ്റൊരു പ്രത്യേക ശാസ്ത്രത്തിന് വേണ്ടി കൊല്ലാനും മരിക്കാനും നടന്നതായ ഒരു മനുഷ്യനായിരുന്നു അപ്പോസ്തലൻ. തൻ്റെ ആദ്യത്തെ പേരെന്ന് പറയുന്നത് ശൗലെന്നായിരുന്നു. ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് ക്രിസ്തുവിനാൽ പിടിക്കപ്പെടുകയാണ്. ക്രിസ്തുവിനാൽ വിളിക്കപ്പെടുകയല്ല, ക്രിസ്തുവിനാൽ പിടിക്കപ്പെടുകയാണ്. ഇന്ന് പലരും ക്രിസ്തുവിനാൽ വിളിക്കപ്പെടുകയാണ്. ക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ വിളി കേട്ടിറങ്ങിയെങ്കിലും കുറേ കഴിയുമ്പോൾ അവരവരുടേതായ വഴിക്ക് പോകും. എന്നാൽ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടതാണെങ്കിൽ ക്രിസ്തു ആഗ്രഹിക്കുന്നതായ, ദൈവം ആഗ്രഹിക്കുന്നതായ വഴികളിൽ കൂടെ അവർ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. ക്രിസ്തു ആഗ്രഹിക്കുന്ന വഴിയിൽ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടവർ സഞ്ചരിക്കും. ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് ക്രിസ്തുവിനാൽ അപ്പോസ്തലൻ പിടിക്കപ്പെട്ടു. അപ്പോസ്തലൻ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പേര് മാറി, രൂപം മാറി, ഭാവം മാറി, ചിന്ത മാറി, ആഗ്രഹം മാറി. ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടുവെങ്കിൽ മാത്രമേ അവൻ്റെ രൂപത്തിന് വ്യത്യാസം വരികയുള്ളൂ, അവൻ്റെ ഭാവത്തിന് വ്യത്യാസം വരികയുള്ളൂ, അവൻ്റെ ചിന്തയ്ക്ക് വ്യത്യാസം വരികയുള്ളൂ, അവൻ്റെ പ്രാർത്ഥനയ്ക്ക് വ്യത്യാസം വരികയുള്ളൂ. അപ്പോൾ ദൈവത്തിനാൽ പിടിക്കപ്പെടണം, ക്രിസ്തുവിനാൽ പിടിക്കപ്പെടണം. ഒരു പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി ജീവിച്ചവന്, അധികാരമുള്ളവനായിരുന്നു, വിദ്യാഭ്യാസമുള്ളവനായിരുന്നു, സമ്പത്തുള്ളവനായിരുന്നു. അപ്പോസ്തലൻ്റെ കുടുംബ പാരമ്പര്യം പറയുന്നത് നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. ഗമാലിയലിൻ്റെ കാൽക്കീഴിലിരുന്ന് പഠിച്ചവൻ, എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായൻ, എല്ലാവിധത്തിലും ഉന്നതൻ. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവിന് 300 കപ്പലുണ്ടായിരുന്നുവെന്ന. 300 കപ്പൽ എന്ന് പറയുന്നത് ആ കാലത്തെ 300 പായ്ക്കപ്പൽ, 300 പായ്ക്കപ്പലുള്ളതായ ധനാട്യനായിരിക്കുന്നതായ ഒരുവൻ്റെ മകനായിരുന്നു ഈ ശൗൽ എന്ന് പറയുന്നതായ പൗലോസ് അപ്പോസ്തലൻ. ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, എനിക്കെല്ലാം ചപ്പും ചവറുമാണ്. നമുക്കിന്ന് വല്ലതും 10 പുത്തനം ഉണ്ടായി കഴിഞ്ഞാലോ നമ്മുടെ സ്ഥിതി മാറുക അല്ലേ? നമ്മുടെ ഭാവം മാറും, നമ്മുടെ സ്വഭാവം മാറും, നമ്മുടെ രീതി മാറും, നമ്മുടെ ചിന്ത മാറും, എല്ലാം മാറിപ്പോവും. എന്നാൽ അപ്പോസ്തലൻ പറഞ്ഞു,
ഇതൊന്നുമല്ല എനിക്ക് പ്രധാനം. ഇതൊന്നുമല്ല എൻ്റെ പ്രധാനം. ഞാൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞു. ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ തൻ്റെ ശുശ്രൂഷയെ വർദ്ധിപ്പിക്കുവാൻ തൻ്റെ മേഖലകളെ തിരഞ്ഞെടുക്കുമ്പോൾ ഈ മക്കതോന്യയിൽ നിൽക്കുന്ന സമയം കടന്നു വന്ന് ഞങ്ങളോട് സുവിശേഷം അറിയിക്കുക എന്നുള്ളതായ ആ ഒരു വലിയ സന്ദേശത്തിൽ എവിടെയെങ്കിലും ഒരു ആരാധന ഇടം കാണുമെന്ന് വിചാരിച്ചുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് കടന്നു പോകുക. ആരാധനയിടം കാണാതെ വന്നപ്പോൾ പുഴവക്കത്തിരുന്നതായ ആളുകളോട് സുവിശേഷം പ്രസംഗിക്കുകയാണ്, തെരുവിൽ പ്രസംഗിക്കുക. അപ്പോൾ അപ്പോസ്തലൻ തെരുവിലാണ് തൻ്റെ പ്രസംഗം അങ്ങോട്ട് തുടങ്ങുന്നത്. തെരുവിൽ പ്രസംഗിച്ചപ്പോൾ പുഴവക്കത്തിരുന്നതായ സ്ത്രീകൾ അവിടെ പറയുന്നു, രക്താംബരം വിറ്റുകൊണ്ടിരുന്നതായ ലുദിയായുടെ ഹൃദയം ദൈവവചനം കേൾക്കാൻ തുറക്കപ്പെട്ടു. അവൾ തങ്ങളുടെ ബിസിനസ് മാറ്റിവെച്ചു. ദൈവവചനം കേൾക്കാൻ ഹൃദയം തുറക്കപ്പെട്ടു. അവൾ ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു. അപ്പോൾ ഒരു തുറന്ന ഹൃദയമുണ്ടെങ്കിൽ മാത്രമേ ദൈവവചനം ഉള്ളിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. ആ ദൈവവചനം ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമേ ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും നാഥനുമായി സ്വീകരിപ്പാൻ കഴിയുകയുള്ളൂ. അവൾ തുറന്ന ഹൃദയത്തോടുകൂടെ ദൈവവചനം കേൾക്കുക. എന്താണ് ദൈവവചനം? ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഒരുവൻ ലോകത്തിലേക്ക് വന്നു, അവൻ ഈ ലോകത്തിൽ ജീവിച്ചു, 33 വർഷം ഇവിടെ ജീവിച്ചു, അവൻ കഷ്ടത അനുഭവിച്ചു, മരിച്ചു. എന്തിനു വേണ്ടി? എൻ്റെ നിങ്ങളുടെയും പാപപരിഹാരത്തിന് വേണ്ടി. അപ്പോൾ എൻ്റെ വിചാരം അവിടെ പ്രസംഗിച്ചത് മാനസാന്തരത്തിൻ്റെ ഒരു പ്രസംഗമായിരിക്കും. ഇന്ന് മാനസാന്തരത്തിൻ്റെ പ്രസംഗമൊന്നുമില്ല. ആത്മാവിൻ്റെ രക്ഷയെ പറ്റിയുള്ളതായ ബോധ്യം നൽകുന്നതായ പ്രസംഗങ്ങളൊക്കെ ഇന്ന് കാലഘട്ടത്തിൽ കുറഞ്ഞു കൊണ്ടുകൊണ്ടിരിക്കുക. ആത്മാക്കളുടെ രക്ഷ. ലുദിയായോടും പറഞ്ഞു കാണും, ലുദിയായെ മോളെ നീ രക്ഷിക്കപ്പെടണം. തിരുവല്ലായിൽ MN ശ്യാമേലച്ചൻ എന്ന് പറഞ്ഞതായ വന്ധ്യവയോധികനായിരിക്കുന്ന ഒരു പട്ടക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ കോമ്പാടിയിൽ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ കറ്റോടെന്ന് പറയുന്ന സ്ഥലത്താണ്. അദ്ദേഹം വാഹനത്തിലൊന്നും അങ്ങനെ കയറി യാത്ര, സ്വന്തമായി വാഹനം ഒന്നും ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനല്ലായിരുന്നു. അദ്ദേഹം നടന്നാണ് പോകുന്നത്. ഈ നടന്നു പോകുമ്പോൾ ആരെ വഴിയൊളിച്ച് കണ്ടാലും, ആരുമായിക്കൊള്ളട്ടെ, ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തെ കാണുമ്പോൾ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കും, മോനെ നിൻ്റെ പേരെന്താ? ആ പേര് പറയും, താമസിക്കുന്ന എവിടെ, ആ സ്ഥലവും പറയും. അപ്പോൾ അച്ഛൻ അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു, മോനെ കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചതാണ്? അദ്ദേഹത്തിൻ്റെ സുവിശേഷം അതായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ വർഷം കാലയവയിലേക്ക് മറഞ്ഞു. ആരെ കണ്ടാലും ചോദിക്കുന്ന ഒരു ചോദ്യമായത്, കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചതാണ്? ഈ രാത്രി ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഇളമ്പൽ ജെറുസലേം മാർത്തോമാ ഇടവകയിലെ വിശ്വാസികളെ, ഈ 156ാമത് വർഷത്തെ ഈ കൺവെൻഷന് 2ാമത്തെ രാത്രിയിൽ അടുത്ത് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഒരു ചോദ്യം ചോദിക്കട്ടെ, കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചതാണ്? ഇല്ല എങ്കിൽ ഈ രാത്രി ആ ഒരു തീരുമാനമെടുക്കാൻ കഴിയേണ്ടത് ആവശ്യമാണ്. ഇതൊരു സുപ്രസാദ കാലമാണ്, ഇതൊരു രക്ഷാ ദിവസമാണ്. ഇനിയൊരു അവസരം കൂടെ ഉണ്ടാകുമെന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറയാൻ കഴിയുകയില്ല. അതുകൊണ്ട് രക്ഷയുടെ സുവിശേഷം ലുദിയയുടെ ഹൃദയത്തിൽ പ്രവേശിച്ചു. അവൾ പറഞ്ഞു, നീ എന്നെ ദൈവത്തിൽ നല്ലതെന്ന് വിശ്വസ്തയെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലോട്ട് വരാൻ പറയുക. വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് പോയി കുടുംബമായി അവരോട് സുവിശേഷം പ്രസംഗിച്ചു. ഭർത്താവും കുഞ്ഞുങ്ങളും എല്ലാം കാണുമെന്നാണ് എൻ്റെ വിചാരം. അവർ കുടുംബമായി ദൈവനാമത്തിൽ സ്നാനമേറ്റ് സഭയുടെ അംഗമായി തീർന്നു. ഒന്ന്, സഭയിലേക്ക് ആളുകൾ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ സത്യസുവിശേഷം പ്രസംഗിക്കണം. ഇന്ന് സത്യസുവിശേഷം പ്രസംഗിക്കുകയല്ല. ഇന്ന് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ ജീവിതമാർഗത്തിന് വേണ്ടി അതിനെ വളച്ചൊടിക്കുക. അത് ഒന്ന്, സത്യസുവിശേഷം, കലർപ്പില്ലാത്ത സുവിശേഷം, മായം ചേർക്കാത്തതായ, കൂട്ടുചേർക്കാത്തതായ, അപ്പോസ്തലൻ പറയുന്ന വാക്കുകൾ വചനത്തിൽ കൂട്ടുചേർക്കാത്തതായ സുവിശേഷം അപ്പോസ്തലൻ പ്രസംഗിച്ചു. 2, ആ ഭാഗത്ത് തന്നെ കാണാൻ കഴിയും, യജമാനന്മാർക്ക് ലാഭം ഉണ്ടാക്കി കൊണ്ടുകൊടുത്തിരുന്നതായ ഒരു സ്ത്രീയെ പറ്റി പറയുന്നുണ്ട്. വെളിച്ചപ്പാടത്തെ സ്ത്രീ എന്നാണ് പറയുന്നത്. പ്രത്യേക അഡ്രസ്സൊന്നും അവൾക്കില്ല, പേരൊന്നുമില്ല. ആദ്യത്തെ ആളിന് ലുദിയ എന്ന പേരുണ്ടായിരുന്നു. 2ാമത്തെ ആളിനെ വെളിച്ചപ്പാടത്തിൽ നിന്ന് അറിയുന്നു, പേരില്ല ഏതായാലും. അപ്പോൾ അവൾ കുറ്റമൊന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവൾ ഈ പൗലോസും സീലാസും കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവൾ പറയുകയാണ്, ഇതാ രക്ഷാമാർഗം അറിയിക്കുന്ന, കർത്താവിൻ്റെ രക്ഷാമാർഗം അറിയിക്കുന്ന
ഈ ദൈവത്തിൻ്റെ ദാസന്മാർ കടന്നു പോകും. അതതിൻ്റെ രക്തം ചുരുക്കും. അല്ലാതെ കുഴപ്പം വല്ലതും പറഞ്ഞു അവൾ ഒരു കുഴപ്പം പറഞ്ഞായിട്ട് വചനത്തിൽ പറയുന്നില്ല അല്ലേ? പക്ഷെങ്കിൽ ഇവരെ ഇത് കൂടെ കേൾക്കുകയാണ്. എപ്പോൾ പോയാലും പറയുക, ഇതാ രക്ഷാമാർഗം അറിയിക്കുന്നവർ പോകുന്നു, രക്ഷാമാർഗം അറിയിക്കുന്നവർ പോകുന്നു. അപ്പോൾ പൗലോസ് തിരിഞ്ഞ് നോക്കിയിട്ട് പറഞ്ഞു, അപ്പോൾ ഇവളിൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവല്ല, ഒരു ദുരാത്മാവാണ് വ്യാപരിക്കുന്നത്. ആ ദുരാത്മാവിനെ ശാസിച്ച് പുറത്താക്കുകയാണ്. വെളിച്ചപ്പാടത്തിയുടെ മേൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുകയാണ്. അപ്പോൾ ഒരുവൻ ദൈവത്തെങ്കിലേക്ക് വരണമെങ്കിൽ, ദൈവിക ആരാധനയിലേക്ക് വരണമെങ്കിൽ, ദൈവിക ശുശ്രൂഷയിലേക്ക് വരണമെങ്കിൽ, ദൈവത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ 2 പരിശുദ്ധാത്മാവിൻ്റെ ഒരു വ്യാപാരം ഉണ്ടാകണം. ആ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം എന്ന് പറയുന്നത് ഇളക്കപ്പെരുക്കങ്ങളല്ല, കൊട്ടും പാട്ടും മാത്രമല്ല, അതായത് നല്ല ഫലം കായ്ക്കുന്ന ജീവിതമാണ്. ചിലർ വന്നേച്ച് പറയും, ഇന്നെന്തോ നല്ല ആരാധനയായിരുന്നു, അവിടെ പോകണമായിരുന്നു, അവിടെ ഇരിക്കണമായിരുന്നു, എന്തോ ഒരു ഉന്മാദം. അതാ ഞാൻ മുമ്പേ പറഞ്ഞു, ഉന്മാദം. ആരാധനയിൽ ഇരിക്കുമ്പോൾ ഒരു ഉന്മാദം ഉണ്ടാകും. ഇത് ഈ പള്ളിക്ക് പുറത്തിറങ്ങി കഴിയുമ്പോൾ ആ ഉന്മാദം എല്ലാം കൂടെ ഇതിലേലും അങ്ങ് പോകും അല്ലേ? അത് നിലനിൽക്കുന്നതല്ല. അപ്പോൾ ഈ വെളിച്ചപ്പാടത്തിയുടെ മേൽ വ്യാപരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ഈ ദൈവത്തിൻ്റെ ദാസന്മാർ അവളെ രൂപാന്തരത്തിലേക്ക് നയിച്ചത് ദൈവത്തിൻ്റെ ആത്മാവാണ്. അതുകൊണ്ടാണ് കർത്താവ് ഈ ലോകം വിട്ട് പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോയാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരും. അവൻ വന്നിട്ട് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധം വരുത്തും അല്ലേ? അപ്പം ബോധം വരണമെങ്കിൽ പാപബോധം വരണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ വരണം. അതുകൊണ്ടാണ് പന്നിക്കൂട്ടി പോയി കിടന്ന ഒരു പുത്രനുണ്ടായിരുന്നു. അവന് നമ്മൾ കൊടുത്ത പേരാണ് ഈ മുടിയൻ പുത്രൻ എന്നുള്ളത്. എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയത്തില്ല. നമ്മൾ കുഞ്ഞുങ്ങളെല്ലാം പഠിപ്പിച്ച് വെച്ചേക്കുന്നത് അങ്ങനെ തന്നെ. മുടിയൻ പുത്രൻ്റെ കഥ വാസ്തവത്തിൽ അത് മുടിയൻ പുത്രൻ്റെ കഥയല്ല. ലൂക്കോസിൻ്റെ വിശേഷം 15-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിൽ മുടിയൻ പുത്രൻ്റെ കഥയല്ല. അത് നല്ലൊരു അപ്പൻ്റെ കഥയാണ്. സ്നേഹനിധിയായിരിക്കുന്ന ഒരു അപ്പൻ്റെ കഥയാണ് അത്. ആ അപ്പനെ വിട്ട് പുത്രൻ പോകുക. ആ പുത്രൻ പോയി, അപ്പൻ്റെ എല്ലാം സ്വരൂപിച്ച് എല്ലാം പോയി. കുറേ നാൾ പോയി ജീവിച്ചു, അടിച്ചു പൊളിച്ചു. നമ്മുടെ ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ അടിച്ചു പൊളിച്ചു. എല്ലാം നഷ്ടപ്പെട്ടു. അവൻ പോയി പന്നികളെ മേയ്ക്കാൻ കിടന്നു. ആ പന്നികളെ മേയ്ക്കാൻ പോയപ്പോഴാണ് അവന് സുബോധം വന്നത്. ആ പന്നി 3 കാര്യം അവനെ പഠിപ്പിച്ചു. അതുകൊണ്ട് അവന് സുബോധം വരാൻ കാര്യം പന്നിയും. അതായത് നിങ്ങൾ ചോദിക്കും, പന്നി എങ്ങനെ പഠിപ്പിച്ചെന്ന് ചോദിക്കും. ഇയ്യോബിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഇയ്യോബ് പറയുന്നൊരു കാര്യമുണ്ട്. 12-ാം അധ്യായത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. പക്ഷികളോട് ചോദിക്കുക, മൃഗങ്ങളോട് ചോദിക്കുക, അവ പറഞ്ഞു തരും, അവ ഉപദേശിക്കും. അപ്പോൾ ഈ പന്നി 3 കാര്യം പഠിപ്പിച്ചു. 1, ഇവനോട് പറയാം, മോനെ നീ നല്ല വീട്ടിലെ മോനല്ലേ, ഞങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, ഞങ്ങളെവിടെ കിടക്കുന്ന ചള്ളക്കകത്തെ കിടക്കത്തുള്ളൂ, ഞങ്ങൾക്ക് ഈ നല്ല മെത്തേ കിടന്നുള്ള ശീലമൊന്നും ഇല്ല. ഞങ്ങളെ എത്ര കുളിപ്പിച്ച് കിടത്തിയാലും ഞങ്ങളെവിടെ കിടക്കും? ഒരു ചാറ്റമഴ പെയ്യുമ്പോൾ അതിൻ്റെ സ്വഭാവം നമുക്കറിയാം. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പന്നി ഇറങ്ങി നടപ്പുണ്ടല്ലോ അല്ലേ? അത് ഈ നാട്ടിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന കാട്ടുപന്നിയെ പറ്റിയല്ല പറയുന്നത്, വളർത്തുപന്നിയെ പറ്റിയാണ് പറയുന്നത്. 2, അതുകൊണ്ട് ഈ മോനോട് പറയാം, മോനെ ഞങ്ങളുടെ കൂടെ ഈ ചെളി കിടക്കാതെ നീ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ വീട്ടിൽ പോ. 2, ഈ പന്നി പറയുക, മക്കളെ ഞങ്ങൾക്ക് എന്തോ കിട്ടിയാലും ഞങ്ങളുടെ യജമാന്മാരെ ഉപദ്രവിക്കും. അതാ ഞങ്ങളുടെ മറ്റൊരു സ്വഭാവം. മനസ്സിലായോ? അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ കിടന്ന് ഉപദ്രവകാരിയാകാതെ പന്നി എഴുന്നേറ്റ് നിൻ്റെ അപ്പൻ്റെ വീട്ടിൽ പോകാം. 3, ഈ പന്നി 3ാമത് പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. ഈ പന്നി ഒരിക്കലും മേളോട്ട് നോക്കത്തില്ല. കാരണം ഇതിൻ്റെ കഴുത്ത് വഴങ്ങത്തില്ല. ഇതെപ്പോഴാണ് അതിൻ്റെ കഴുത്ത് വഴങ്ങുന്നതറിയാം? കഴുത്ത് വഴങ്ങത്തില്ല, മേളോട്ട് നോക്കുന്ന എപ്പോഴാണെന്നറിയാം? ഈ പന്നിയെ ഈ കൂട്ടിലിട്ട് വിൽക്കും ഇതിൻ്റെ ഉടമസ്ഥ വിൽക്കുമ്പോൾ ഒരു എഗ്രിമെൻ്റ് ചെയ്യും, ഈ കൂട്ടിലിട്ട് ഇതിനെ കൊല്ലാൻ പാടില്ല. പിന്നെ ഒരു വെറ്റിനറി ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്ന് നിങ്ങളൊരു മയക്കുവെടി വെച്ച് ഇതിനെ പുറത്ത് കൊണ്ടുപോക്കണം. ഈ കൂട്ടിലിട്ട് കൊല്ലാൻ പറ്റത്തില്ല, കാരണം ഈ കൂട്ടിൽ മറ്റ് പന്നിയോട് വളരുക. അപ്പോൾ ആളുകൾ വന്ന് ഒരു വെറ്റിനറി ഡോക്ടറെ കൊണ്ടുവന്ന് ഇതിനെ മയക്കുവെടി വെച്ച് അതിനെ എന്തിട്ട് കയറി അവൻ്റെ കൈയും കാലും കൂടെ കൂട്ടിക്കെട്ടിയിട്ട് എന്നെപ്പോലുള്ള ആരോഗ്യമില്ലാത്ത ചെറുപ്പക്കാരല്ല, ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ ഇതിൻ്റെ കാലിൻ്റെയും കൈയുടെ ഇടയ്ക്കൂടെ ഒരു കഴുക്കോൽ അങ്ങോട്ട് കയറ്റി വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് ഇതിനെ പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇവരുടെ തോളിൽ വെച്ചോണ്ടാണ് വരുന്നത്. ഈ തോളിൽ വെച്ചോണ്ട് വരുമ്പോൾ ഇതിങ്ങനെ ചരിഞ്ഞ് കിടന്നോണ്ടൊരു നോട്ടമുണ്ട്. അപ്പോൾ ഇതെവിടേക്ക് പോകുകയെന്നറിയാമോ? എവിടേക്ക് പോവുക? അറവശാലയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ പന്നി ഇവനെ പഠിപ്പിക്കുന്ന ഒരു കാര്യം,
മക്കളെ, മോനെ, ഞങ്ങളുടെ യജമാനൻ്റെ മുഖത്തേക്ക് ഒരിക്കലും നോക്കുന്ന സ്വഭാവമില്ല. അതുകൊണ്ട് നീ ഞങ്ങളെപ്പോലെ ആകാതിരിപ്പാൻ എഴുന്നേറ്റ് നിൻ്റെ അപ്പൻ്റെ വീട്ടിൽ പോകാം. അപ്പോഴവന് സുബോധം വന്നു. പ്രിയപ്പെട്ടവരെ, കോവിഡ് വന്നതോടുകൂടി നമ്മുടെ എല്ലാം സുബോധം പോയി. നമുക്കെല്ലാം ഒരു നിസ്സംഗതയാണ്. പാട്ട് വേണ്ട, പ്രാർത്ഥന വേണ്ട, ആരാധന വേണ്ട, കൂട്ടായ്മ വേണ്ട. ദേവാലയത്തിൽ പോയാലും കുഴപ്പമില്ല, ദേവാലയത്തിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല. എല്ലായിടത്തും സൂം മീറ്റിംഗ്, സൂം ആരാധന, സൂം കുർബാന. എനിക്ക് വേണമെങ്കിൽ ഓൺലൈനിൽ വേണമെങ്കിൽ അപ്പോൾ മീഞ്ഞും കൂടെ അങ്ങ് എത്തിച്ച് തന്നാൽ അത്ര ഏറ്റവും നല്ലതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പലചരക്കടയിൽ ചെന്നപ്പം അവിടെ ഈ വെളുത്തുള്ളിയുടെ പുറത്തെ തോട് കളഞ്ഞുകൊണ്ടിരിക്കുക. ഈ തോടെന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്തെ മറ്റ് ഈ വേസ്റ്റായിട്ടുള്ള സാധനം കളഞ്ഞു. ഞാൻ പറഞ്ഞു ഇതൊന്ന് പൊളിച്ചുകൂടെ തന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു വീട്ടിൽ ചെന്നിട്ട്. അപ്പോൾ അവിടെ നിന്നൊരു ചേച്ചി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടെ കൂട്ടാൻ വെച്ച് അങ്ങോട്ടങ്ങ് തരാം, പിന്നെ കഴിച്ചാൽ മതിയല്ലോ അല്ലേ. നമ്മളിലെല്ലാം ഒരു നിസ്സംഗത ബാധിച്ചേക്കും. ഈ കോവിഡ് കാലഘട്ടം വന്നപ്പോൾ എനിക്ക് കുറേ സൂം മീറ്റിംഗ് എല്ലാം വിദേശത്തു നിന്ന് വന്നു. അപ്പോൾ ചെങ്ങന്നൂർ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ 1-2 മീറ്റിങ്ങുകളിലൊന്ന് പ്രസംഗിക്കണം. ഞാൻ പറഞ്ഞു, എൻ്റെ സാറേ എന്നെ കൊണ്ട് പറ്റത്തില്ല. എനിക്ക് ഈ മതിലിനെ നോക്കിയും ഭിത്തിയെ നോക്കിയും പ്രസംഗിച്ച് എനിക്ക് ശീലമില്ല. ആരെങ്കിലും ഒരാൾ മുന്നിലിരുന്ന് തന്നാൽ ഞാൻ പ്രസംഗിക്കാം, അല്ലാതെ ഇതിനെ നോക്കി എനിക്ക് പ്രസംഗിക്കാൻ അറിഞ്ഞൂടെ. ഈ മൊബൈലിലോട്ട് നോക്കി ഇത് പ്രസംഗിക്കാൻ എനിക്കറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ നിർബന്ധം എൻ്റെ അങ്ങ് വന്നു. ഞാൻ പറഞ്ഞ എന്നാൽ ഞാനൊന്ന് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു രാത്രിയിൽ, ഇവിടുത്തെ സമയം എന്ന് പറയുന്നത് 10:30 സമയം, രാത്രി 10:30. അപ്പോഴേ അവിടെ അവർ എല്ലാം തട്ടിക്കുടഞ്ഞൊക്കെ വരത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ രാത്രി 10:30 ആകുമ്പോൾ ഇരുന്ന് ഇവരുടെ കൂട്ടായ്മയെ കൂടിയിട്ട് ഞാൻ പ്രസംഗിച്ചേച്ച് കിടക്കുമ്പോൾ 12 മണി രാത്രിയാകും. അപ്പോൾ ഞാൻ പ്രസംഗിക്കാനായിട്ട് അങ്ങോട്ട് ആ ദിവസം സമ്മതിച്ച് എല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്ത്, അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു എല്ലാവരെയും മുറിക്കകത്തുനിന്നെല്ലാം മാറ്റി അതിനകത്തുള്ള എല്ലാ സൗകര്യങ്ങളൊക്കെ ഒരുക്കണമല്ലോ. ആരുടെയും ശല്യം ഒന്നും ഉണ്ടാകാതിരിക്കാൻ പാടില്ല, ശബ്ദവും ഒന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്ത് ഞാൻ മുറി കയറിയിരുന്ന് ഈ ഇവരുടെ പാട്ടിലും പ്രാർത്ഥനയും എല്ലാം സംബന്ധിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ കുറേ പേരെല്ലാം ഇങ്ങനെ ഈ ലൈവിലൊക്കെ വരുന്നത് കണ്ടു. ലൈവിലൊക്കെ വന്ന് കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എല്ലാം അങ്ങ് ഇരുട്ടായി. അപ്പം ഇരുട്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഒരുമാതിരി വടി പോലെ അവിടെ ഇരിക്കുക. എനിക്ക് പിന്നെ പ്രസംഗിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ തലക്കിരുന്നവനോട് ഒരാൾ പറയുക, സാറ് പ്രസംഗിച്ചു, ഞങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അവരവരുടെ ജോലിക്ക് പോയേക്കുക, പച്ചക്കറി അരിയാനും, നാളെ ജോലിക്ക് പോകണമല്ലോ. അപ്പോൾ പച്ചക്കറി അരിയാനും വല്ലതും കഴിക്കാനും കുടിക്കാനുമുള്ള പരിപാടി അവർ നോക്കിക്കൊണ്ടിരിക്കുക. സാറ് ഞാൻ പറഞ്ഞു, അതോടുകൂടെ പരിപാടി നിർത്തി. മനസ്സിലായോ? ഞാൻ പറഞ്ഞു, പിന്നെ വിളിച്ചവരോട് പറഞ്ഞു, ഇനി എന്നെക്കൊണ്ട് പറ്റില്ല, ഈ ഒരു ശുശ്രൂഷ എന്നെക്കൊണ്ട് പറ്റില്ല, ആര് വേണേലും ചെയ്തോട്ട്, എന്നെക്കൊണ്ട് പറ്റില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളിലൊക്കെ ഒരു നിസ്സംഗത, ഈ നിസ്സംഗതയൊന്ന് മാറ്റിയെടുക്കാനായിട്ട് കഴിയേണ്ടത് ആവശ്യമാണ്. ദൈവസന്നിധിയിലേക്ക് അടുത്ത് വന്ന് അവൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഒരു ദൈവിക കൃപ പ്രാപിച്ച് മടങ്ങിപ്പോകുവാൻ ഒരാരാധന സമൂഹമായി ദൈവം തമ്പുരാൻ ഈ പ്രദേശത്ത് നമ്മളെ ഒരു സാക്ഷ്യ സമൂഹമായി ഈ പ്രദേശത്ത് നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കണം. 2, സഭയിലേക്ക് ആളുകൾ വന്നത് ഈ ദൈവാത്മാവിൻ്റെ പ്രേരണ മൂലമാണ്. 3, ആ അധ്യായം തന്നെ വായിക്കുമ്പോൾ വെളിച്ചപ്പാടത്തിൽ നിന്ന് ആദായമുണ്ടായിക്കൊണ്ടിരുന്ന യജമാനന്മാർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ആദായം നഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ആദായം നഷ്ടപ്പെട്ടതിന് കാരണം ഈ പൗലോസും ശീലാസുമാണ്. ഇവരെ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, ഇവരെ നമുക്ക് ഉപദ്രവിക്കണം. അവരെ അടിച്ചു, അവരെ ഉപദ്രവിച്ചു, തടവിലാക്കി, കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുക, കാലും കൈയും കൂടെ ബന്ധിച്ചിരിക്കുക. കാലും കൈയും കൂടെ ബന്ധിച്ച് അവർ ഈ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അവർ ദൈവത്തിന് സ്തോത്രം ചെയ്തു. അവർ പാടി, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം എന്ന് പാടി. അന്ന് ആ പാട്ടുണ്ടായിരുന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവർ പാടിയത് അതാ. അവർ അത്രാർത്ഥത്തിൽ പാടി ദൈവത്തെ സ്തുതിച്ചു എന്നാണ്. ശരീരം മുഴുവൻ ഉഴുവുചാല് പോലെ കീറി മുറിക്കപ്പെട്ട് തളർന്നു കിടക്കുമ്പോഴും അവരുടെ നാവ് കൊണ്ട് അവർ ദൈവത്തെ സ്തുതിച്ചു. ലോകത്തിന് അവരുടെ കൈയും കാലും ബന്ധിക്കുവാനേ മാത്രമേ കഴിഞ്ഞുള്ളൂ, അവരുടെ നാവിനെ ബന്ധിക്കുവാൻ ലോകത്തിന് കഴിഞ്ഞില്ല, ലോകത്തിൻ്റെ ശക്തിക്ക് കഴിഞ്ഞില്ല. ഇന്ന് നമ്മുടെ ലോകം ബന്ധിച്ചിട്ടില്ല, പക്ഷെ നമ്മുടെ നാവ് ബന്ധിക്കപ്പെട്ടിരിക്കുക അല്ലേ? സഭയിലേക്ക് ആളുകൾ വരണമെന്നുണ്ടെങ്കിൽ ജീവിത സാക്ഷ്യം,
അവരുടെ ജീവിത സാക്ഷ്യം കണ്ടുകൊണ്ട് ആ കാരാഗ്രഹത്തിൻ്റെ ഉള്ളറ തുറക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ കാരാഗ്രഹ പ്രമാണി ചോദിക്കുകയാണ്, അല്ലയോ യജമാനനെ, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം? സ്വയം മരിക്കാൻ തുടങ്ങുകയാണ്. സ്വയം മരിക്കാൻ തുടങ്ങുന്നവരോട് പറയുകയാണ്, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങളിവിടെ ഉണ്ട്. ഇവിടെ ഉള്ള തടവുകാരെല്ലാം ഇവിടെ ഉണ്ട്, ആരും ഓടിപ്പോയിട്ടില്ല, നിനക്കൊരു ദോഷവും ചെയ്യരുത്. ജീവിത സാക്ഷ്യം. വിശ്വാസികളെ, ഈ രാത്രികാലം ഓർപ്പിക്കട്ടെ, നമ്മുടെ ജീവിത സാക്ഷ്യമാണ് മറ്റുള്ളവരെ ദൈവത്തിങ്കിലേക്ക് ആദായപ്പെടുത്തുവാനായിട്ട് കഴിയുന്നത്. ഞാൻ കഴിഞ്ഞ മാസം നെടുമങ്ങാടിനടുത്ത് കുറുപുഴ എന്ന് പറയുന്നൊരു സ്ഥലം, അവരുടെ 62ാമത് ഇടവക ദിനമായിരുന്നു. ആ ഇടവക ദിനത്തിൽ 3 രാത്രിയിൽ പ്രസംഗിക്കുന്ന ഞാനാണ്. അപ്പോൾ അവിടെ പോയി പ്രാർത്ഥിക്കുന്നത് അച്ഛനോട് കൂടെയാണ്. അച്ഛനന്ന് വിവാഹം കഴിച്ചിട്ടില്ല. അച്ഛൻ്റെ വിവാഹം കഴിഞ്ഞ ആഴ്ചയിലാണ് നടന്ന്. ചെകുന്നക്കാരനൊരു കൊച്ചച്ഛനാണ്. അപ്പോൾ അച്ഛൻ്റെ കൂടെയാണ് ഞാൻ താമസിക്കുന്നത്. അച്ഛൻ്റെ മാതാവില്ല, പിതാവ് കൂടെയുണ്ട്. മാതാവ് മരിച്ചുപോയി. അപ്പോൾ ആദ്യത്തെ രാത്രിയിലെ ശുശ്രൂഷ കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ പുതുക്കുളങ്ങര എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അവിടെ നിന്ന് പിന്നെയും കിലോമീറ്റർ പോകണം. അപ്പോൾ അവിടെ ഒരു സെൻട്രൽ മീറ്റിംഗ്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, വിളിച്ചായ ഇവിടെ പാഴ്സനേജിൽ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട, നമുക്ക് അച്ഛനാണെന്ന് പ്രസംഗിക്കുന്നത്, നമുക്ക് പുതുക്കുളങ്ങരയ്ക്ക് പോകാം. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ അച്ഛാ, നമുക്ക് ഒരുമിച്ച് പോയിട്ട് അവിടുത്തെ സെൻട്രൽ മീറ്റിംഗ് കഴിയുമ്പോൾ ഒരു വീടുകൂടെ സന്ദർശിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, സന്തോഷമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ ഇരുന്നാലും വചനം ധ്യാനിക്കുകയോ കുറേ വിശ്രമിക്കുകയോ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഞാൻ അച്ഛൻ്റെ കൂടെ പോയി അവിടുത്തെ സെൻട്രൽ മീറ്റിംഗ് കഴിഞ്ഞ് വാഹനത്തെ കയറാൻ നേരത്തെ അച്ഛൻ എന്നോട് പറഞ്ഞു, നമ്മൾ ഒരു വ്യക്തിയെ കാണാൻ പോവുക, ഒറ്റ ഒരു വ്യക്തിയെ കാണാൻ പോവുക. ആ കാണാൻ പോകുന്ന ഈ വ്യക്തി 13 വർഷമായിട്ട് 2ാം നിലയിൽ നിന്ന് വീണ് വേറൊരാളുടെ വീട് ക്ലീൻ ചെയ്യാൻ പോയതാണ്. വീട് ക്ലീൻ ചെയ്യാൻ പോയപ്പോൾ 2ാം നിലയിൽ നിന്ന് വീണ് നടുവിന് താഴെ തളർന്നു പോയതൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിച്ചു, ദൈവമേ, 13 വർഷമായി തളർന്നു കിടക്കുന്നൊരു മനുഷ്യനെ കാണാൻ പോകുമ്പോൾ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രതികരണം? അദ്ദേഹം എങ്ങനെയായിരിക്കും നമ്മളെ ഉൾക്കൊള്ളുന്നത്, സ്വീകരിക്കുന്നത്? ഞാൻ അദ്ദേഹത്തോട് എന്താണ് പറയേണ്ടത് എന്നൊക്കെ വ്യാകുലപ്പെട്ട് ഞാൻ അച്ഛൻ്റെ കൂടെ വാഹനത്തിൽ യാത്ര ചെയ്യുക. എൻ്റെ മനസ്സ് ആകെപ്പാടെ ഒരു കലുഷിതമായ ഒരു അനുഭവം. അവിടെ ചെന്ന് പ്രവേശിച്ച് കഴിയുമ്പോൾ ഇദ്ദേഹത്തോട് എങ്ങനെ സംസാരിക്കേണ്ടി വരും, എങ്ങനെയായിരിക്കും അദ്ദേഹത്തെ കാണാൻ കഴിയുന്നത്? ഞങ്ങളവിടെ ചെന്നു, വാഹനത്തിൽ നിന്നിറങ്ങി. ഞാനുണ്ട്, അച്ഛനുണ്ട്, ആ ഇടവകയുടെ ഒരു സുവിശേഷകനുണ്ട്. ഞങ്ങൾ ആ വീട്ടിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു വാട്ടർ ബെഡിൽ കിടക്കുകയാണ്. ഞങ്ങൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് 2 കൈയും സൂക്ഷിച്ച ഒരു മനുഷ്യനാണ്. ഇതിന് താഴ്വശം തളർന്നു പോയൊരു മനുഷ്യനാണ്. ആ കിടക്കയിൽ കിടന്നുകൊണ്ട് അദ്ദേഹം പറയുക, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ആശങ്കകൾ ആകുലതകളെല്ലാം മാറി. ഞാനും പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിൻ്റെ ബെഡിൽ ഞാൻ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, സാറേ ഇവിടെ ഇരിക്കണ്ട എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ആ ട്യൂബെല്ലാം ഇട്ടിങ്ങനെ കിടത്തിയിരിക്കുക. അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്ന് 3 കസേരയിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പിന്നീട് പറയുന്നത് എല്ലാം നന്മയുടെ വാക്കാണ് പറയുന്നത്. നന്മയല്ല, അതൊന്നും പറയാനായിട്ടില്ല. അദ്ദേഹം പറയാണ്, കഴിഞ്ഞ 13 വർഷമായി എന്നെ നടത്തുന്ന ഒരു ദൈവം, എനിക്ക് സമൃദ്ധി തന്ന ഒരു ദൈവം. ഞാൻ വീടില്ലാത്തവനായിരുന്നു, മക്കൾക്ക് ജോലിയില്ലായിരുന്നു, കുടുംബസ്ഥരല്ലായിരുന്നു, ഏറെ കഷ്ടതയിലായിരുന്നു, പ്രതിസന്ധിയിലായിരുന്നു. എന്നാൽ ഈ പകല് പറയട്ടെ, കഴിഞ്ഞ 13 വർഷമായി തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം ചെയ്ത നന്മകൾ വർണ്ണിക്കാൻ കഴിയുകയില്ല. തളർന്നു കിടക്കുന്ന മനുഷ്യൻ പറയുക. പ്രിയപ്പെട്ടവരെ, രാത്രികാലം ചോദിക്കട്ടെ, നമ്മുടെ ജീവിത സാക്ഷ്യം കണ്ടുകൊണ്ട് ഒരുത്തൻ ദൈവകൃപയിലേക്ക് വരാൻ കഴിയുമോ? നമുക്ക് പലപ്പോഴും ദൈവസന്നിധിയിൽ നിന്ന് എത്രയെത്ര നന്മ അനുഭവിച്ചാലും പലപ്പോഴും കൊച്ചു തിന്മകൾ വരുമ്പോൾ നമ്മൾ യോബിൻ്റെ ഭാര്യയെ പോലെ ആയിപ്പോവും. എന്തിനാ വിളിച്ചതെന്നറിയാമോ? അതിലും രസം, വിളിച്ചതതിലും രസം എന്നാണെന്നറിയാമോ? 14ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുക. അതുകൊണ്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പ്രവേശിപ്പിക്കണം. സെലിബ്രേറ്റ് ചെയ്യാൻ വിളിച്ചിരിക്കുക, വീണതിൻ്റെ സെലിബ്രേറ്റ്. നമ്മളെന്താ സെലിബ്രേറ്റ് ചെയ്യുന്നത്? വീണ ആരെങ്കിലും സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇവിടുത്തെ ആരും വീഴാതിരിക്കട്ടെ അല്ലേ? നമ്മളെന്തുവാ, വെഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ അല്ലേ, എന്തെല്ലാമാ. എവിടാ പോകുന്നത്? എന്നോട് വാ, നമുക്ക് ഉറുവഴിക്കൊന്ന് പോകാം, അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോകാം, ഒരു ടൂറായിട്ട് പോകാം, വരാമോ? കൊണ്ടുപോയി കാണിക്കാം. നമ്മളെവിടെയാണ് പോകുന്നത്? നമ്മളങ്ങ് പോവുക, ആലപ്പുഴ, എവിടെയെല്ലാം പോകുന്നത്?
ബീച്ചിലൊക്കെ പോവുക, സെലിബ്രേറ്റ് ചെയ്യാൻ, ആനന്ദിക്കാൻ, ഉന്മാദത്തിന് വേണ്ടി. ഇവിടെ ഇതാ ഒരു മനുഷ്യൻ പറയുകയാണ്, തളർന്നു കിടന്ന മനുഷ്യൻ പറയുകയാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ഈ അനുഭവത്തിൻ്റെ മധ്യത്തിൽ 14-ാമത്തെ വർഷത്തിലേക്ക് ഞാൻ പ്രവേശിക്കാൻ പോവുക, എന്നെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് പ്രവേശിപ്പിക്കണം. അദ്ദേഹത്തിൻ്റെ പേര് ശിംശോൻ എന്നാണ്. ഞാൻ രാവിലെയും വൈകിട്ടും അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കും. പിന്നീട് ഞാൻ ഇവിടെ പ്രസംഗിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ജീവിത സാക്ഷ്യമാണ് ഈ ഒരു കുടുംബത്തെ രക്ഷയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരുവാനിടയായി തുറന്നു. സഭ വളർന്നു, സഭ വളരുകയാണ്, സഭ മുന്നോട്ട് പോവുകയാണ്. സഭയിൽ ജനം കൂടി വരാൻ തുടങ്ങി. പക്ഷെങ്കിൽ അപ്പോസ്തലൻ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു. ആ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് അദ്ദേഹം ഈ ഫിലിപ്പിയ ലേഖനം എഴുതി. കൊച്ചു 4 അധ്യായം മാത്രമേ ഉള്ളൂ. ഒരു 10 മിനിറ്റ് കൊണ്ട് വായിക്കാവുന്ന ഒരു മനോഹരമായ ഒരു പുസ്തകം. ഇത്രയും സന്ദേശം നൽകുന്ന ഒരു പുസ്തകം വേറെ ഉണ്ടോയെന്ന് തന്നെ അറിയത്തില്ല. ആ 4 അധ്യായത്തിൽ 4 പ്രമേയം അപ്പോസ്തലൻ പറയുന്നുണ്ട്. 1-ാം അധ്യായം 21-ാമത്തെ വാക്യം എളുപ്പെടുത്തൊന്ന് വായിച്ചാട്ടെ. 1-ാം അധ്യായം 21-ാമത്തെ വാക്യം. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകും. അപ്പോസ്തലൻ പറയുകയാണ്, എൻ്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി, എൻ്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടിയാണ്. നമ്മുടെ ജീവിതം ആർക്ക് വേണ്ടിയാണ്? ഇന്നത്തെ വല്യപ്പനും വല്യമ്മയും കൂടുതലും ജീവിക്കുന്ന കൊച്ചുമക്കൾക്ക് വേണ്ടിയാണ്, അല്ലേ? നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇത്രയും ജീവിച്ചിട്ടില്ല. ഉണ്ടോ? നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഞാനിപ്പോൾ ഒരു കൊച്ചുമോളെ വളർത്തിക്കൊണ്ടിരിക്കുക, 2 വയസ്സ് കഴിഞ്ഞ്. മക്കളെ നോക്കുന്നതിനേക്കാൾ കാര്യമായിട്ട് അതിനെ നോക്കുന്നു, അല്ലേ? നമ്മളെല്ലാം ഇപ്പം കൊച്ചുമക്കളുടെ പുറകെ നടക്കുക. ഇതൊക്കെല്ലാം അങ്ങ് കുറേ കഴിയുമ്പോൾ എവിടെയെങ്കിലും പോവുകയും ചെയ്യും. പിന്നെ അവസാനം വരും വല്യപ്പനും കാണും, വല്യമ്മയും കാണും, ഒരു പൂട പട്ടിയും കാണും ശേഷിക്കാൻ പോകുന്നത്, അല്ലേ? നമ്മളെല്ലാം ജീവിക്കുക ആർക്ക് വേണ്ടിയാണ്? വലിയ പഞ്ചാര ചാക്ക് പിടിച്ചുകൊണ്ടാണ് റോഡിൽ പോയി നിൽക്കുന്നത്, അല്ലേ? പണ്ടാണെങ്കിൽ ഞങ്ങളൊക്കെ ഈ സോണിയച്ഛന് ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല, അച്ഛനേക്കാൾ കുറച്ചുകൂടെ പ്രായം എനിക്കുണ്ട്. അച്ഛനെ ഇച്ചിരി നരച്ച് വെക്കുന്നതുകൊണ്ട് നിങ്ങൾ എന്നേക്കാൾ മൂത്താണെന്ന് വിചാരിക്കണം. അച്ഛനേക്കാൾ പ്രായമുള്ളവനാണ് ഞാൻ. ഞങ്ങളൊക്കെ സ്കൂളിൽ പോയ സമയത്ത് ഒരു സ്ലേറ്റും ഒരു പുസ്തകവും ഒരു കറുത്ത റബ്ബർ ബാൻഡ് ഇട്ട്, അല്ലേ? ഇന്നത്തെ പിള്ളേർ പോകുന്നു. അന്നൊരു പെൻസിലുണ്ടെങ്കിൽ അത് പിന്നെ ചീകി അവസാനം റബ്ബറിൻ്റെ ഒട്ടുപാലെടുത്ത് കെട്ടും. അത് കാരണം പൊട്ടിയതാണ്, അത് മുറിഞ്ഞു പോയത്. അത് കാരണം അത് പിന്നെ ഇളകി പോകാതിരിക്കാൻ ഇങ്ങനെ വല്ലോൻ്റെ റബ്ബറിൻ്റെ പട്ടയെടുത്തേച്ച് അത് കെട്ടി വെക്കുക. എന്നിട്ട് അതുകൊണ്ടൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തേതോ ചിന്തിച്ച് നോക്കിക്കേ. അന്ന് പഠിച്ച പിള്ളേരായാലും മോശക്കാരായിപ്പോയി. ഇന്നത്തെ മോശമായെന്ന് ഞാൻ പറഞ്ഞില്ല. ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? അപ്പോസ്തലൻ പറയാ, ഞാൻ ഇതുവരെ ജീവിച്ചുകൊണ്ടിരുന്നത് വേറൊന്നിനു വേണ്ടിയിട്ടാണ്. ഇവിടെ പറയാണ്, ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയിട്ട്. അതാണ് 1-ാമത്തെ പ്രമേയം. 2-ാമത്തെ പ്രമേയം, അതിന് 2-ാം അധ്യായം 5-ാമത്തെ വാക്യമാണ്. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. എന്താ ക്രിസ്തുവിൻ്റെ ഭാവം? എന്താ ക്രിസ്തുവിൻ്റെ സ്വഭാവം? ഇവിടെ പറയാണ്, ക്രിസ്തുവിൻ്റെ സ്വഭാവം ഞാൻ എന്നിലേക്ക് ആവഹിക്കുകയാണ്. എന്താണ് ക്രിസ്തുവിൻ്റെ സ്വഭാവം? ആർദ്രത, കരുണ, ക്ഷമ, സ്നേഹം, എല്ലാമാ. അതാണ് ക്രിസ്തുവിൻ്റെ സ്വഭാവം. ക്രിസ്തു നമ്മളോട് കരുണ കാണിച്ചുകൊണ്ടല്ലേ നമ്മൾ ഇന്നിവിടെ ആയിരിക്കുന്നത്. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായത്തിൽ പ്രവാചകൻ ഇങ്ങനെ വിളിച്ചു പറയുക, യഹോവയാം ദൈവം ദൂരത്ത് നിന്ന് അരുളി ചെയ്തു, ഞാൻ നിന്നെ നിത്യസ്നേഹം കൊണ്ട് സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് തൻ്റെ ദയ നമ്മോട് ദീർഘമാക്കി. അല്ലേ? അപ്പം ക്രിസ്തുവിൻ്റെ സ്വഭാവം ഞാൻ ഉൾക്കൊള്ളുകയാണ്. 3-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിലാണ്, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിന്നിലുള്ളത് മറന്നും മുൻപിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൻ്റെ പരമവിരുദ്ധനായി ലാക്കിലേക്ക് ഓടുകയാണ്. അതിൻ്റെ മേളൊരു വാക്യം വായിക്കുമ്പോൾ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. അതെന്നെ ഏറെ ആകർഷിച്ച ഒരു കാര്യമാണ്. അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ ഇതുവരെ ഒന്നും ആയിട്ടില്ല.
ഞാൻ പിടിക്കാമോ എന്ന് വിചാരിച്ച് പിന്തുടരുന്നതേ അയ്യോ. അപ്പോസ്തലൻ പറയുക, ഞാൻ ഒന്നും ആയില്ല കേട്ടോ, ഞാൻ അവനെ പിടിക്കാമെന്ന് വിചാരിച്ച് പിന്തുടരുക. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് ക്രിസ്തുവിൻ്റെ സ്വഭാവം. 3, എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇപ്പോഴും ക്രിസ്തു തന്നെയാണ്. ഈ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറ്റുന്ന ഒരുപാട് പ്രേരണകൾ പുറകിലുണ്ട്, പ്രലോഭനങ്ങൾ പുറകിലുണ്ട്. ആ പ്രലോഭനങ്ങളെല്ലാം അതിജീവിക്കണം. അതിനൊരു ഉദാഹരണം 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ നമുക്ക് ദർശിക്കാനായിട്ട് കഴിയുക. ഏലിയാവ് ഒരിക്കൽ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഏലിയാവ് നടന്നു പോകുമ്പോഴാണ് ഏലിസായെ കാണുന്നത്. ഏലിസ തൻ്റെ അപ്പൻ്റെ വയലിൽ കാളകളുമായി നിന്ന് ഉഴുതുമറിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏലിയാവിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നിട്ട് പറഞ്ഞു, നിന്റെ പിൻഗാമിയായി വാഴിക്കാൻ കൊള്ളാവുന്നവൻ ഇവിടെ ഇതാ ഈ വയലിൽ നിൽക്കുകയാണ്, നിന്റെ പുതപ്പ് അവൻ്റെ മേലിട്ടോളാൻ പറഞ്ഞു. ഏലിയാവിൻ്റെ പുതപ്പെടുത്ത് ഏലിസയുടെ മേലിട്ടു. ഏലിസയുടെ മേലിട്ട് കഴിഞ്ഞപ്പോൾ ഏലിസ പറഞ്ഞു, ഞാൻ പോയി എൻ്റെ അപ്പനെയും അമ്മയും ചുംബിച്ച് മടങ്ങി വരട്ടെ. അപ്പോൾ പോയി. ഏലിയാവ് പറഞ്ഞു, ഒരു കാര്യമുണ്ട് മോനെ, വീട്ടിലോട്ട് ചെല്ലുമ്പം നിന്നെ വിളിച്ചത് എന്തിനാണെന്നൊരു ഓർമ്മ വേണം. ഈ പുതപ്പ് നിൻ്റെ മേൽ വീണിരിക്കുക, അഭിഷേകത്തിൻ്റെ ഒരു പുതപ്പ് നിൻ്റെ മേൽ വീണിരിക്കുക. നിൻ്റെ അപ്പൻ്റെ വീട്ടിൽ അമ്മയുടെ അമ്മ ചെല്ലുമ്പം അപ്പനും അമ്മയും കൂടെ പറയും, മക്കളെ അവിടെ ചെന്നിട്ട് ഏലീസ പറയാം, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ പോവുക. മനസ്സിലായേ? കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോവുക. അന്നേരം അപ്പനും അമ്മയും കൂടെ ചോദിക്കും, കർത്താവിൻ്റെ വേലയ്ക്ക് പോയാൽ എന്തോ കിട്ടൂടാ? എന്തോ കിട്ടും അല്ലേ? കർത്താവിൻ്റെ വേലയ്ക്ക് പോയാൽ എന്തോ കിട്ടും? വല്ലതും കിട്ടുമോ? എടാ മോനെ, അതിനേക്കാൾ നല്ല എംടെക് വല്ലതും എടുത്തിട്ട് വേറെ വല്ലത്തിനും പോകത്തില്ലേ? അതാകുമ്പോൾ കൈ നിറച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് പോയാൽ എന്നെ കിട്ടാൻ. അപ്പോൾ ഏലീസ പോയി അപ്പനെയും അമ്മയും ചുംബിച്ചു, മടങ്ങി വന്നിട്ട് ചെയ്തൊരു കാര്യമുണ്ട്. താൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കലപ്പ അങ്ങ് വെട്ടിക്കീറി, അതങ്ങ് വിറകാക്കി. താൻ ഉഴുതുമറിക്കാൻ ഉപയോഗിച്ചതായ കാളയെ അങ്ങ് കൊന്നു, അതിൻ്റെ തൊലി ഉരിച്ചു, ഖണ്ഡമായി നുറുക്കി, അത് പാചകം ചെയ്തു. കൂടെ വന്നവർക്കെല്ലാം വിളമ്പി കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോവുക. എന്തിനാ അത് ചെയ്തതെന്നറിയാമോ? വെറുതെ അങ്ങ് ചെയ്തതല്ല. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച് മുന്നോട്ട് പോകുമ്പോൾ കുറേ കഴിയുമ്പം പീഡ, നിന്ന, പരിഹാസം, തൊപ്പൽ ഇത് ഉണ്ടാകുമ്പം മനസ്സിൽ ചിന്തിക്കും, ആ പഴയ പണി തന്നെയായിരുന്നു അല്ലേ? ആ പഴയ പണി തന്നെ ആയിരുന്നല്ലേ? അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ആ പഴയ പണിക്ക് അങ്ങ് പോകാം. ആ പഴയ പണിക്ക് പോകാതിരിക്കാനായിട്ടാണ് എന്തോ വന്നാലും, ഏത് പീഡ വന്നാലും, ഏത് നൊമ്പരം വന്നാലും, ഏത് നിന്ന വന്നാലും, ഏത് കഷ്ടത വന്നാലും ആ പഴയ പണിക്ക് പോകാതിരിപ്പാൻ മുന്നമേ കണ്ടുകൊണ്ട് ഏലീസ തൻ്റെ കാളയെ ഖണ്ഡമായി നുറുക്കി, തൻ്റെ കലപ്പ വെട്ടിക്കീറി, വിറകാക്കി, അതിനെ പാകം ചെയ്ത് തൻ്റെ കൂടെ നിന്നവർക്ക് കൊടുത്തത്. എന്നാൽ പത്രോസ് ചെയ്തൊരു പണിയുണ്ടായിരുന്നു. പത്രോസിനെ ദൈവം തമ്പുരാൻ ഈ തിബിരിയാസ് കടൽക്കരയിൽ വെച്ച് പിടിച്ചിട്ട് പറഞ്ഞു, മോനെ മനുഷ്യരെ പിടിക്കുന്നവനാക്കുമെന്ന് പറഞ്ഞു. അവൻ പടകും വലയൊക്കെ വിട്ടു. പക്ഷെങ്കിൽ എന്ത് ചെയ്തറിയാമോ, ഈ കർത്താവിൻ്റെ കൂടെ ചില സമയത്ത് പണിയില്ലാതിരിക്കുമ്പം ഈ ഇടയ്ക്കിടയ്ക്ക് പോയി പടകും വലയും കൂടെ എന്ത് ചെയ്യും, എണ്ണയിട്ട് വെക്കും, അതിൻ്റെ വല കെട്ടി വെക്കും, അതിൻ്റെ മുത്തെല്ലാം റെഡിയാക്കി വെക്കും. അങ്ങനെ റെഡിയാക്കി വെച്ചതുകൊണ്ടാണ് കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പ്രത്യക്ഷനായി എന്ന് ബോധ്യമായിട്ടും ആ പഴയ പണിക്ക് പുതിയത് പോയി വാങ്ങിക്കുകയല്ലായിരുന്നു, അവിടെ പോയി മിനുക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതാ ഞാൻ മുമ്പേ പറഞ്ഞതേ, അത് വിളി മാത്രമേ കേട്ടുള്ളൂ, അത് പിടികിട്ടിയില്ലായിരുന്നു. എന്നാൽ തിബിരിയാസ് കടൽക്കരയിൽ നിന്നുകൊണ്ട് കർത്താവ് ശീമോനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, മോനെ ശീമോനെ, ഇവയേക്കാൾ അധികമായി ഇപ്പോൾ നിന്റെ വലയിലും പടകിലും നിറഞ്ഞിരിക്കുന്നതായ ഈ സമൃദ്ധിയേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. ഇവയിൽ അധികമായി ഇപ്പോൾ നിനക്കുള്ളതിൽ, ഈ സമൃദ്ധിയിൽ, നിന്റെ ആരോഗ്യത്തിൽ നിനക്കുള്ളതിനെ കൊണ്ട് അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. കവണ് വീണു, അനുതപിച്ചു, ഏറ്റുപറഞ്ഞു, വിട്ടിറങ്ങി. ഇന്ന് നമുക്ക് തമ്പുരാൻ തന്നിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക, തമ്പുരാൻ തന്നിനെ പിടിച്ചുകൊണ്ടിരിക്കുക. അതിനെയാണ് നമ്മൾ അമിതമായി സ്നേഹിക്കുന്നത്. ജീവിത ലക്ഷ്യം ക്രിസ്തുവിൽ നിന്ന് അകറ്റിക്കളയുന്നതായ ജീവിത പ്രലോഭനങ്ങൾ അടുത്ത് വരുമ്പോൾ അതുണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഞാൻ ചെയ്യുന്നു, പിന്നിലുള്ളത് മറന്നും മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൻ്റെ പരമവിളി ബിരുദിനായി ലാക്കിലേക്ക് ശീഘ്രതയോടുകൂടെ ഓടുക. കാലമേറെ ഇല്ല പ്രിയപ്പെട്ടവരെ,
നമ്മുടെ മുമ്പിൽ കാലം ഇനി അധികമില്ല. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, കാലമെല്ലാം കഴിയോ ഇന്നു കാൺമതല്ല മഴിയോ, കാലം മഴയോ പിന്നെ വരാതെ നാം മറയോ. അതുകൊണ്ട് ഓർക്കണം പ്രിയപ്പെട്ടവരെ, കാലമെല്ലാം കഴിയുന്ന ഒരു സമയമായത്. അധികം നമ്മുടെ മുമ്പിൽ കാലമില്ല. നമ്മുടെ മുമ്പിലെ കാലം തീരുന്നതിന് മുമ്പേ നമുക്കൊരു വിരുതുണ്ട്, നമുക്കൊരു ലാക്കുണ്ട്, നമുക്കൊരു ലക്ഷ്യമുണ്ട്. നമ്മൾ ചെന്നെത്തേണ്ടടുത്ത് ചെന്നെത്തേ മതിയാകത്തുള്ളൂ. നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പുറകോട്ട് വലിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. ഒന്ന് ഞാൻ ചെയ്യുന്നു. 4-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ പറയാണ്, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവന്. ദൈവമാണ് എൻ്റെ ബലം. ദൈവമാണ് എൻ്റെ ബലം, മറ്റൊന്നല്ല എൻ്റെ ബലം. ബലം നിന്നിലുള്ളവർ ഭാഗ്യം നിറഞ്ഞു അല്ലേ? നമ്മുടെ ബലം എന്തുവാ? നമ്മൾ എന്തിനാ ബലം കണ്ടെത്തിയിരിക്കുന്നത്? നമ്മൾ പലതിൽ നിന്ന് ബലം കണ്ടെത്തിയിരിക്കുക. അതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ദൈവത്തിൽ ബലം കണ്ടെത്തിയാൽ അവൻ താങ്ങി നടത്തുക തന്നെ ചെയ്യും. ഈ 4 കാര്യങ്ങൾ വളരെ അസന്നിഗ്ധമായി പറഞ്ഞിട്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നതെന്നറിവാൻ, നിങ്ങളറിവാൻ ഞാൻ ഇച്ഛിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി എനിക്ക് സംഭവിച്ചത് എൻ്റെ എന്താണ് ജീവിതത്തിൽ സംഭവിച്ചത്? 13-ാമത്തെ വാക്യം, 1-ാം അധ്യായം 13-ാമത്തെ വാക്യം. എൻ്റെ ബന്ധനങ്ങൾ, അവിടെ പറയുകയാണ് എൻ്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തം. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, എൻ്റെ ബന്ധനം അത് ക്രിസ്തു നിമിത്തമാണ്. ഇന്ന് പലരും ബദ്ധരാക്കപ്പെട്ട് പലയിടത്തും കിടപ്പുണ്ടല്ലേ, അത് ക്രിസ്തു നിമിത്തമാണ്. ഇന്ന് നമുക്ക് ഈ തടവറയിൽ ജയിലിൽ പോകാൻ വലിയ ഇഷ്ടമാണ്. അവിടെ പോയാൽ നല്ല സുഖ ശാപ്പാട് കിട്ടും അല്ലേ? പണ്ടത്തെ പോലുള്ള ശാപ്പാടൊന്നും അല്ലെന്നാണ് പറയുന്നത്. ഇപ്പം അങ്ങോട്ട് പോകാൻ ഇടവരാതിരിക്കട്ടെ അല്ലേ? ബന്ധനം ആർക്ക് വേണ്ടി? ക്രിസ്തുവിന് വേണ്ടി. അപ്പോൾ അതായത് ബന്ധനം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമില്ലായ്മ, സ്വതന്ത്രമല്ലാത്ത അനുഭവം. കോവിഡിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ബന്ധനപ്പെട്ടവരല്ലയോ? പലരും ബന്ധനസ്ഥരായിരുന്നു. ഞാനത് കുറേ അനുഭവിച്ചതാണ്. 2020 കോവിഡ് ദേശത്ത് വ്യാപിക്കുന്നു. മാരാവൺ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, 2020 മാരാവൺ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പലരും പറഞ്ഞു കോവിഡിൻ്റെ കോവിഡാണ് എന്താണെന്നൊന്നും അറിയത്തില്ല. ഈ കോവിഡ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് പോലും ആർക്കും അറിയത്തില്ല അല്ലേ? അതങ്ങ് ശക്തമായി. റാന്നിയിലാണ് ആദ്യം വന്നത്, ഞങ്ങളുടെ ദേശത്താണ് വന്ന്. റാന്നിക്കാർക്ക് അതിനകത്തൊരു അഭിമാനം ഉണ്ടല്ലോ അച്ഛാ. വേണ്ട പോട്ടെ, ഞാൻ റാന്നിക്കാരനാണ് കേട്ടോ. റാന്നിക്കാർ കൊണ്ടുവന്നെന്നും പറഞ്ഞ് അവരെ എല്ലാം കൂടെ നമ്മളിവിടെ വാരിയിട്ട് അലക്കുമായിരുന്നു. പിന്നെ ആരാ ഇതെല്ലാം കൂടെ കൊണ്ടുവന്നു? പിന്നെ ലക്ഷോപലക്ഷമാണ് മണ്ണിൽ അടിഞ്ഞു പോയതല്ലേ? ഈ കോവിഡ് വന്ന സമയത്ത് എൻ്റെ 3 മക്കളെന്ന് പറയാം. എൻ്റെ മൂത്ത മകൻ വിവാഹിതൻ, അവനും അവൻ്റെ ഭാര്യയും ഇളയ പുത്രനും വിദേശത്താണ്. ഇളയ മകൻ അങ്ങോട്ട് പോയി 1 മാസം കഴിഞ്ഞതേ ഉള്ളൂ. ജനുവരി മാസം 24-ാം തീയതിയാണ് 2020 ജനുവരി 23-ാം തീയതി രാത്രിയിലാണ് അവൻ ബഹറിന് പോകുന്നത്. അന്ന് ഞാൻ വെച്ചിത്ര പള്ളി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അവൻ പോകുന്ന രാത്രി. ഞാൻ പറഞ്ഞു, മോനെ ഞാൻ പ്രസംഗിക്കാൻ പോവുക, നിൻ്റെ അമ്മ നിന്നെ പ്രാർത്ഥിച്ച് വിട്ടോളൂ എന്ന് പറഞ്ഞു. ഞാനന്ന് വെച്ചിത്ര പ്രസംഗിക്കാൻ പോയിക്കുക. അത് 3 ദിവസത്തെ പ്രസംഗമാണ്. അവൻ പോയി 1 മാസം കഴിഞ്ഞതേ ഉള്ളൂ. മൂത്ത മകനും അവൻ്റെ ഭാര്യയും വിദേശങ്ങളിൽ 2 സ്ഥലത്തായിരുന്നു. ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ ഇവർ 2 സ്ഥലത്തായതുകൊണ്ട് ഒന്നിച്ച് ജീവിക്കാനായിട്ടുള്ള ക്രമീകരണത്തിൻ്റെ മേൽ മകൻ്റെ ഭാര്യ അവൻ പാർക്കുന്നതായ ദേശത്ത് പോയി, അവിടെ പോയി ആശുപത്രിയിൽ പോയി ഇൻ്റർവ്യൂ ഒക്കെ നടത്തി, അവിടെ ജോലിക്കുള്ള പ്രവേശനത്തിനുള്ള അനുവാദമെല്ലാം തേടി. അവൾ മുമ്പ് ജോലി ചെയ്തുകൊണ്ടിരുന്നായ സൗദിയിൽ പോയി ജോലി രാജിവെച്ച് നിൽക്കുമ്പോഴാണ് കോവിഡ് വരുന്നത്. അവിടെ പോലീസ് ക്ലിയറൻസും കഴിഞ്ഞ് എക്സിറ്റും അടിച്ച് നിൽക്കുമ്പോഴാണ് കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ
മോക്ക് അങ്ങോട്ട് പോകാൻ വയ്യ, ഒന്നും വയ്യാത്ത അവസ്ഥയായി. ഒടുവിൽ ചാർട്ടേഡ് ഫ്ലൈറ്റിന് ആശുപത്രിക്കാർ അനുവാദം കൊടുത്ത് 3 മാസം അവിടെ താമസിച്ചിട്ട് ചാർട്ടേഡ് ഫ്ലൈറ്റിന് വീട്ടിൽ വന്നു. അവൾ വരുന്ന ജൂലൈ മാസം 31 വന്നു. മോനാണെങ്കിൽ ജൂലൈ 30 വന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ 2 സ്ഥലത്തുനിന്ന് വരികയാണ്. രണ്ടുപേരുടെയും പ്രത്യേകമായ സാഹചര്യത്തിൽ ജോലി നഷ്ടപ്പെട്ടിട്ട് നാട്ടിൽ വരിക. അതെല്ലാം ദൈവഹിതമെന്നേ ഞാൻ കാണത്തുള്ളൂ. എനിക്കതിനകത്ത് പരിഭവവും പരാതിയൊന്നുമില്ല. അപ്പോൾ രണ്ടുപേരും കൂടെ നാട്ടിൽ വന്നു. രണ്ടുപേരും കൂടെ നാട്ടിൽ വന്നപ്പോൾ ഞാൻ പോയി പോലീസിൽ, ഹെൽത്തിൽ, പഞ്ചായത്തിൽ എല്ലാം കൂടെ അനുവാദം തേടി. പോയിട്ട് പറഞ്ഞു, മക്കൾ രണ്ടുപേരും 2 ദേശത്തുനിന്ന് വരുന്നുണ്ട്, അതുകൊണ്ട് ഇവരൊന്നിച്ച് വീട്ടിൽ പാർക്കാനായിട്ടുള്ള അനുവാദം തരണം. ഇവരെ പ്രത്യേകമായ നിരീക്ഷണ കേന്ദ്രത്തിലേക്കൊക്കെ വിടാൻ ആഗ്രഹിക്കുന്നില്ല, ഒന്നിച്ച് ഞങ്ങളുടെ വീട്ടിൽ പാർക്കട്ടെ. അവർ പറഞ്ഞു, പ്രത്യേക സൗകര്യം ഉണ്ടെങ്കിൽ താമസിച്ചോട്ട്, നിങ്ങളൊന്നും പുറത്തു പോകരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ വീട്ടിൽ വരുന്നതിൻ്റെ തലേദിവസം വൈകിട്ട് പഞ്ചായത്തുകാർ 2 വലിയ സ്റ്റിക്കർ കൊണ്ട് ഞങ്ങളുടെ ഭിത്തിയേലങ്ങ് ഒട്ടിച്ചു. വീടിൻ്റെ ഭിത്തിയേൽ, ഈ വീട് നിരീക്ഷണ കേന്ദ്രമാണ്, ഇനി ഇങ്ങോട്ട് ആരും പ്രവേശിച്ചേക്കില്ലെന്നും പറഞ്ഞു. കുഞ്ഞുങ്ങൾ രണ്ടുപേരും കൂടെ 2 ദിവസമായിട്ട് വന്നു. അപ്പോഴേ ഇവരെ വഴി വെച്ച് പോലീസ് പിടിച്ചിട്ട് പറഞ്ഞ്, നിങ്ങൾ പുറത്ത് പോകരുത്, നിങ്ങളുടെ അപ്പനോടും അമ്മയോടും പുറത്ത് പോകരുതെന്ന് പറയണം. അങ്ങനെ 35 ദിവസം ഇരുന്നു. നിങ്ങൾക്ക് കേൾക്കണോ പ്രിയപ്പെട്ടവരെ, ഇവർ വന്നതിൻ്റെ പിറ്റേ ദിവസം ഒരു പോലീസിൽ നിന്ന് വിളിക്കും, പുളിക്കൽ സ്റ്റേഷനിൽ നിന്ന് രാവിലെയും വൈകിട്ടും വിളിയാം, ഹെൽത്തിൽ നിന്ന് രാവിലെയും വൈകിട്ടും വിളിക്കും, കളക്ടറേറ്റിൽ നിന്ന് ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ വിളിക്കും, ഹെൽത്തുകാർ രാവിലെയും വൈകിട്ടും വിളിക്കും. ഒറ്റ വിശ്വാസി വിളിച്ചിട്ടില്ല. കൂടെ പാടിയോനെയും കാണാനില്ല, പ്രാർത്ഥിച്ചോനെയും കാണാനില്ല. 35 ദിവസം അങ്ങനെ ഇരുന്നു. ഇവരുടെ മുമ്പിൽ ഇവർ കിടക്കുന്ന മുറിക്കയുടെ അവിടെ ഒരു ടേബിൾ കൊണ്ട് വെച്ച് ഞങ്ങൾ കൊണ്ടുവന്ന ഇലയ്ക്കകത്ത് പേപ്പർ ഇല വാങ്ങിച്ച് അതിനകത്ത് ഭക്ഷണം പൊതിഞ്ഞ് കെട്ടി ആ ടേബിളെ വെക്കും. ഇവർ വന്നത് ഞങ്ങളില്ലാത്തപ്പം ഫോണിലാണ് വിളിച്ച് ചോദിക്കുന്നത്, അച്ചാച്ചി അമ്മ എവിടെ, ഇതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടോ? കാരണം ഇനി കഥ തുറന്നിട്ട് അവരുടെ ഈ തുപ്പലെങ്കിലും വീണാൽ ഞങ്ങൾക്ക് കോവിഡ് ബാധിക്കില്ലല്ലോ അല്ലേ. എന്നിട്ട് പുറത്ത് കേൾക്കണോ, അവിടെ ജനലിൻ്റെ അവിടെ കൊണ്ടുവന്നൊരു വലിയ ബക്കറ്റ് വെച്ചിട്ട് അതിനകത്ത് ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ട് ഡെറ്റോളും ഒക്കെ ഒഴിച്ച് അങ്ങനെ അവിടെ ഇട്ടിരിക്കുക. എന്തിനാണെന്നറിയാം, ഇവർ ഭക്ഷണം കഴിച്ച് കഴിയുമ്പം ഈ വേസ്റ്റെല്ലാം കൂടെ അതിനകത്തോട്ട് ഇടും. ഞാൻ കയ്യിൽ ഉറയൊക്കെ ഇട്ട് ഇത് എടുത്തുകൊണ്ട് പോയി ദൂരെ കൊണ്ടുപോയി ഇത് കമ്പയിലിട്ട് അവിടെ പന്തം പോലെ കൊളുത്തി തീയൊക്കെ കൊടുത്ത് കത്തിക്കുക. എന്താ, കോവിഡ് വരാതിരിക്കാൻ. 35 ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങി കുഞ്ഞുങ്ങൾ പോയി പരിശോധിച്ചപ്പം കോവിഡൊന്നും ബാധിച്ചിട്ടില്ല. അപ്പം ഒരു അല്പം അയവ് വന്നൊരു സമയമായിരുന്നു. അല്പം അയവ് വന്ന സമയത്ത് എന്തെന്നറിയാം, ഇവർ രണ്ടും കൂടെ ഒന്ന് പുറത്തോട്ട് പോയി. എൻ്റെ സഹോദരൻ്റെ പുത്രനും കൂടെ ഒരു ദിവസം ഇവർ ഒരു യാത്ര പോയി തിരിച്ചു വന്നു വെച്ച് ഒരു ദിവസം രാവിലെ ഞങ്ങളെല്ലാം കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുക, ഞങ്ങളെ കുടുംബമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുക. അപ്പോൾ എല്ലാവരുടെയും പ്ലേറ്റിൽ നിന്ന് അങ്ങോട്ടും എടുത്ത് കഴിക്കുന്നു, ഇങ്ങോട്ടും എടുത്ത് കഴിക്കുന്നു, അവർ കഴിച്ചതിൻ്റെ ബാക്കി ഞങ്ങൾ കഴിക്കുന്നു, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ചിട്ട് ഇവർ രണ്ടും കൂടെ പുറത്തോട്ട് പോയി, ഭാര്യയും ഭർത്താവും കൂടെ പുറത്തോട്ട് പോയിട്ട് എവിടെ പോകാൻ മോനെന്ന് ചോദിച്ചു. ഞങ്ങൾ തിരുവല്ല ആശുപത്രി വരെ പോകാമെന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ പോയിട്ട് വരാൻ പറഞ്ഞു. ഒരു 5 മണിയായപ്പോൾ എനിക്കൊരു ഫോൺ കോൾ. ഞാൻ അന്നേരം നിരണത്തൊരു പള്ളിയുടെ മുമ്പിൽ നിൽക്കുക. ഫോൺ കോള്, അച്ചാച്ചി അമ്മ എത്രയും പെട്ടെന്ന് മെഡിക്കൽ മിഷൻ ആശുപത്രിയിലോട്ടൊന്ന് വിടണം. ഞാൻ ചോദിച്ചു എന്താ മോനെ? അവൾക്കൊരു ചെറിയ വിശേഷമുണ്ട്. ഞാൻ പറഞ്ഞത് സന്തോഷം, പക്ഷേങ്കിൽ അതിനകത്തൊരു കോംപ്ലിക്കേഷൻ ഉണ്ട്. അതെന്താ വെച്ചാൽ മോനെ, ട്യൂബിനകത്താണ്, പ്രഗ്നൻസിയാണ്, അത് ട്യൂബിനകത്താണ്, അത് ഇച്ചിരി ബുദ്ധിമുട്ട്, അതുകൊണ്ട് അമ്മ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വിടണം. അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ, അമ്മയെ പ്രയാസം, അമ്മയ്ക്ക് ഒരു വിമിഷ്ടം പോലൊക്കെ ഉണ്ടാകും ഇടയ്ക്ക്, കോവിഡല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ വിടാൻ പ്രയാസമാണല്ലോ, എന്നാൽ ഞാൻ തന്നെ പരിശോധിച്ചേക്കാം. അവനെ കയറി പരിശോധിച്ചപ്പോൾ അവന് കോവിഡ് പോസിറ്റീവ്. അവനെ ഉടൻ തന്നെ ആശുപത്രിക്കാർ പിടിച്ചൊരു മുറിക്കകത്തങ്ങ് അടച്ചു, തടവിലാക്കി. അപ്പോഴത്തേക്ക് അവനോട് അഡ്രസ്സ് ചോദിച്ചു, ഫോൺ നമ്പർ ചോദിച്ചു. ഉടൻ തന്നെ എനിക്കൊരു ഫോൺ ആശുപത്രിയിൽ നിന്ന്, മെഡിക്കൽ മിഷനിൽ നിന്ന്, നിങ്ങൾ പുറത്തിറങ്ങിയേക്കരുത്. ആ ഇരിപ്പ് 40 ദിവസം ഇരുന്നു. പ്രിയപ്പെട്ടവരെ, അതല്ല പറയാൻ വന്നത്. പിറ്റേ ദിവസം ഉടൻ തന്നെ എൻ്റെ മരുമോളെ ബിലിവേഴ്സിലേക്ക് മാറ്റി. അവിടെ മാറ്റിക്കഴിഞ്ഞപ്പോൾ ആ രാത്രി 50,000 രൂപ കെട്ടി വെക്കണം. 50,000 രൂപ കെട്ടി വെക്കാൻ പോയിട്ട് 50 പൈസ അന്നേരം അവിടെയില്ല. ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ആ രാത്രിയിൽ അവിടെ അഡ്മിറ്റ് ചെയ്യാതെ അവളെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുപോയി. പിറ്റേ ദിവസം അവളെ കൊണ്ട് പരിശോധിച്ച് നോക്കിയപ്പോൾ അവൾക്കും പോസിറ്റീവ്. അവളെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ 8 ദിവസം അവൾ ലേബർ റൂമിൽ കിടന്നു. ആ സമയത്ത് ഇത് ട്യൂബ് വളർന്നുകൊണ്ടിരിക്കുക, ട്യൂബിൽ കുഞ്ഞ് വളരുകയാണ്. ആശുപത്രിക്കാർ വിളിച്ച് പറയുക, ഈ കുഞ്ഞ് ട്യൂബിൽ വളർന്നുകൊണ്ടിരിക്കുക, ഒന്നുകിൽ ഇത് അമ്മയ്ക്ക് ദോഷമാണ് അല്ലെങ്കിൽ കുഞ്ഞിന് ദോഷമാണ്, അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? എന്ത് മറുപടി കൊടുക്കും? വിഷമിച്ചു.
ഈ രാത്രി പറയട്ടെ, ഈ വചനം ഉള്ളിലുണ്ടായിരുന്നത് കൊണ്ട്, ഈ വചനം ഉള്ളിൽ സംഗ്രഹിച്ചിരുന്നത് കൊണ്ട്, ബന്ധനത്തിൻ്റെ നടുവിൽ ഞങ്ങളെ കരുതിയൊരു ദൈവമുണ്ട്. നാലാമത്തെ ദിവസം എൻ്റെ സഹോദരപുത്രനെ വിളിച്ച് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് വിട്ടിട്ട് പറഞ്ഞു, മോനെ പോയി ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു. അത് റിമൂവ് ചെയ്തു, ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു. ഞങ്ങളുടെ കൂടെ ആ 40 ദിവസം വീണ്ടും ഇരുന്നു. പ്രിയപ്പെട്ടവരെ, ബന്ധനം, സ്വാതന്ത്ര്യമില്ലായ്മ അനുഭവിച്ചതാണ് പ്രിയപ്പെട്ടവരെ. ഈ അനുഭവിച്ചതാണ് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായത്. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ബന്ധനങ്ങളിൽ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, ഞാനും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നടത്തിയതായ ക്രിസ്തുവിനെ മഹത്വീകരിക്കണം. ഒരുവനോടെങ്കിലും പറയണം, എന്നെ നടത്തിയ ഒരു ദൈവമുണ്ട്. അത് പറയാൻ നമ്മൾ വിളിക്കപ്പെട്ടവരാ. ബന്ധനങ്ങൾ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് കാരണമായി തീർന്നു. രണ്ടാമത് വരുമ്പോൾ, അതിൻ്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ക്ലേശം അത് മറ്റുള്ളവർ വരുത്തിയതാണ്. ബന്ധനങ്ങളോടൊപ്പം ക്ലേശങ്ങൾ വർദ്ധിക്കുമ്പോൾ അതും ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനാകണം. മറ്റുള്ളവർ നമ്മളെ പഴിക്കുകയും ദുഷിക്കുകയും നിന്ദിക്കുകയും ചെയ്യുമ്പോൾ ചിലർ ചോദിച്ചേക്കാം, നീ പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവളല്ലേ, ആരാധിക്കുന്നവനല്ലേ, ദൈവകൃപയിൽ നിൽക്കുന്നവനല്ലേ, എന്തുകൊണ്ട് ഇങ്ങനെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്ന് ഓർത്ത് ക്ലേശിപ്പിക്കുമ്പോൾ, ഈ ക്ലേശങ്ങൾ ദൈവമറിയാതെയല്ല, ദൈവം അറിഞ്ഞ. അതുകൊണ്ടാണ് പറയുന്നത്, നിന്റെ തലയിൽ ഒരു മുടിയെങ്കിലും കൊഴിഞ്ഞാൽ അത് ഉന്നതത്തിലെ ദൈവം അറിയാതെയല്ല. ഹല്ലേലൂയ. മക്കളെ, പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രസംഗിക്കുന്നത് എൻ്റെ ജീവിത അനുഭവം കൂടിയാണ്. വേദവസ്തും ഞാൻ പഠിക്കുകയല്ല പ്രിയപ്പെട്ടവരെ, വചനം എന്നെ പഠിപ്പിക്കുക. എൻ്റെ ജീവിതത്തിൽ കൂടെ വചനം എന്നെ ചിലത് പഠിപ്പിക്കുക. അതുകൊണ്ട് ക്ലേശങ്ങൾ വരുമ്പോൾ പതറിപ്പോകരുത്, നൊമ്പരങ്ങൾ വരുമ്പോൾ പതറിപ്പോകരുത്, ദൈവത്തോട് പിറുപിറുക്കരുത്. ഇസ്രായേലിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു, നന്മ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ക്ലേശങ്ങൾ വന്നപ്പോൾ അവർ ദൈവത്തോട് പിറുപിറുത്തു. അതാണ് അവരെ 38 ദിവസം കൊണ്ട് ചെന്ന് കയറേണ്ടതായ സ്ഥലത്ത് 40 വർഷം അവരെ നടത്തിയത്. അല്ലെങ്കിൽ 38 ദിവസം കൊണ്ട് കനാൻ നാട്ടിൽ പ്രവേശിച്ചേനെ. ആ കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം അവരെ പഠിപ്പിക്കുകയായിരുന്നു. ദൈവത്തോടുള്ളതായ പിറുപിറുപ്പ്, ദൈവത്തോടുള്ളതായ പരിഹാസം എന്തു ചെയ്തു? ദൈവം നടത്തിയത് ഓർക്കണം, ദൈവം നിർത്തിയത് ഓർക്കണം, ദൈവം തന്നത് ഓർക്കണം. ക്ലേശങ്ങളിൽ നിന്ന് ക്ലേശങ്ങളിലേക്ക് പോകുമ്പോൾ തളർന്നു പോകാനായിട്ടല്ല. അപ്പോസ്തലൻ പറയാണ്, ഞാൻ ഏറെ കഷ്ടത അനുഭവിച്ചവന്, കടലിലെ ആപത്ത്, സഹോദരങ്ങളാൽ ആപത്ത്, സ്വന്തം ജനത്താലുള്ള ആപത്ത്, എല്ലാവിധത്തിലും ഏറിയ പ്രതിസന്ധികളും കഷ്ടതകളും അനുഭവിക്കുമ്പോൾ അപ്പോസ്തലൻ വിളിച്ചു പറയുക, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി. ഞാനും നിങ്ങളും ഇത് പറയാൻ വിളിക്കപ്പെട്ടവരാ. ഇത് പറഞ്ഞേ മതിയാകത്തുള്ളൂ. ഈ സത്യസുവിശേഷം നമ്മൾ പറഞ്ഞേ മതിയാകത്തുള്ളൂ. നമ്മളിത് മറച്ചു വയ്ക്കാനായിട്ടുള്ളവരല്ല. ഈ 156-ാമത് വർഷം ഇവിടെ നിന്ന് ചിലർ എഴുന്നേൽക്കണം പ്രിയപ്പെട്ടവരെ, ചിലർ എഴുന്നേൽക്കണം. ദൈവത്തിന് വേണ്ടി ചിലർ എഴുന്നേൽക്കണം, സഭയ്ക്ക് വേണ്ടി എഴുന്നേൽക്കണം, ക്രിസ്തുവിന് വേണ്ടി എഴുന്നേൽക്കണം, വചനത്തിന് വേണ്ടി എഴുന്നേൽക്കണം. ഇന്ന് ചില പ്രത്യാശാസ്ത്രങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണ്. അത് നിനക്ക് ജീവൻ തരുന്നതല്ല, നാശം തരുന്നതാണ്. എന്നാൽ സമർത്ഥമായ ജീവൻ തരണം എന്നുണ്ടെങ്കിൽ ഈ വചനം നിൻ്റെ ഉള്ളിലാകണം. ഈ വചനം നീ സൂക്ഷിക്കണം, വചനം നീ ഗൃഹസ്ഥമാക്കണം, വചനം നീ പ്രസ്താവിക്കണം. നിൻ്റെ ആദരം കൊണ്ട് വചനം പ്രസ്താവിക്കണം. അതിന് ദൈവം വിളിച്ചിരിക്കുകയാണ്. ക്ലേശങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ പതറിപ്പോകാനായിട്ടല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. 30-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നുണ്ട്, പോരാട്ടം. ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ പോരാട്ടങ്ങളാ. ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്ന, ഇവിടെ ആൻറ്റി പ്രാർത്ഥിച്ചപ്പോഴും മണിപ്പൂരിനെ പറ്റി പ്രാർത്ഥിച്ചല്ലേ? മണിപ്പൂരിലെ അവസ്ഥ വല്ലതും നമുക്കറിയാമോ? ആദിമ നൂറ്റാണ്ടിൽ സഭാവിശ്വാസികൾ അനുഭവിച്ചതായ വേദന എന്താണെന്നറിയാമോ? സഭ എങ്ങനെ വളർന്നതെന്നറിയാമോ?
അവർ പോരാട്ടങ്ങളിലായിരുന്നു. തെർത്തുല്യൻ പറയുന്നത് ഓരോ വിശ്വാസികളുടെയും രക്തം, ഓരോ രക്തസാക്ഷികളുടെയും രക്തമാണ് ഓരോ വിശ്വാസികളുടെയും വളർച്ച. ഇവിടെ രക്തസാക്ഷികളുണ്ടായി, രക്തസാക്ഷികളിലൂടെ ഉണ്ടായി. പഴയ നിയമ കാലഘട്ടങ്ങളിൽ, നീറോയുടെയൊക്കെ കാലഘട്ടങ്ങളിൽ പച്ച മനുഷ്യനെ ശരീരത്തിൽ തോല് ചുറ്റി അവനെ എരിപൊരിയുന്ന വെയിലത്ത് അവൻ്റെ കൈയും കാലും കെട്ടിയിടുകയായിരുന്നു. മരത്തിന്മേൽ പന്തമായി കെട്ടിയിട്ട് ശരീരത്ത് തുണി ചുറ്റി എണ്ണയൊഴിച്ച് പന്തമായി അവർ വെളിച്ചം കാണുവാനായിട്ട് മനുഷ്യജീവനെ ഉപയോഗിച്ചതായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് അത്തരത്തിലുള്ളതായ പീഡകളില്ല പ്രിയപ്പെട്ടവർ. സഭ പീഡയിൽ കൂടെ വളർന്നത്. സഭ വെറുതെ വളർന്നതല്ല, സഭ വളർന്നത് പീഡയിൽ കൂടെ, പോരാട്ടങ്ങളിൽ കൂടെ വളർന്നത്. എത്ര പോരാട്ടങ്ങൾ വന്നാലും ഇതിനെ തളർത്തിക്കളയാൻ കഴിയുകയില്ല. ഇത് തമ്പുരാൻ്റെ വകയാണ്. തമ്പുരാൻ ആരംഭിച്ചതായത്, തമ്പുരാൻ ജീവൻ കൊടുത്തതായത്. ഇതൊരു ശക്തിക്കും ഇതിനെ തോൽപ്പിക്കാനായിട്ട് കഴിയുകയില്ല. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പോരാട്ടങ്ങൾ വരുമ്പോൾ തളർന്നു പോകരുത്, ശക്തിപ്പെടണം. ഇന്ന് മണിപ്പൂരിൻ്റെ പ്രദേശത്ത് അനേക പ്രിയപ്പെട്ടവർ രക്തസാക്ഷികളായി. ബിലീവേഴ്സ് ചർച്ചിലെ ഈവാനിയോസ് തിരുമേനി പറഞ്ഞൊരു കാര്യമുണ്ട്. നിരണത്തൊരു സമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ 45 ദേവാലയങ്ങളാണ് മണിപ്പൂരിൽ തകർക്കപ്പെട്ടത്. നമുക്കവിടെ ദേവാലയങ്ങളൊന്നുമില്ല, നമുക്കവിടെ ആരാധന സമൂഹവുമില്ല, മറ്റ് സഭകൾക്ക് മാത്രമേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, 45 ദേവാലയങ്ങളാണ് ബിലീവേഴ്സ് ചർച്ചിൻ്റേത് മണിപ്പൂരിൽ തകർക്കപ്പെട്ടത്. നമ്മളിവിടെ സുഖലോലുപതയിൽ കഴിയുകയാണ്. നമുക്കിന്നൊരു പീഡയില്ല. സഭ വളർന്നത് പീഡയിൽ കൂടാ, വചനത്തിൽ അവർ ആഴപ്പെട്ടത് പീഡയിൽ കൂടാ. പീഡനം വന്നപ്പോൾ അവർ ശക്തിപ്പെടുകയാണ്. സഭയെ തളർത്തുവാൻ, വിശ്വാസ സമൂഹത്തെ തളർത്തുവാൻ ഏത് കാലഘട്ടങ്ങളിൽ ശക്തി എഴുന്നേൽക്കുമ്പോൾ ആ ശക്തിയോട് എതിർത്ത് നിൽപ്പാൻ മുട്ടുമടക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. മുട്ടുമടക്കണം, കണ്ണുനീര് പൊഴിക്കണം. നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നത് എനിക്കുള്ളതൊക്കെ നഷ്ടപ്പെടരുത്. അതാണ് നമ്മുടെ പ്രാർത്ഥന. നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടരുത്, നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടരുത്, എനിക്ക് രോഗം വരരുത്, എനിക്ക് സാമ്പത്തിക ക്ലേശം വരരുത്, എല്ലാം നന്നായിരിക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥന. അതല്ല നമ്മുടെ പ്രാർത്ഥന. സഭ വളരണം, വിശ്വാസികൾ വളരണം, വചനത്തിൽ വളരണം. വചനമാണ് നമ്മുടെ ജീവൻ്റെ ആധാരമായി മാറണം. നമുക്ക് വചനത്തിൽ വളർന്നേ മതിയാകത്തുള്ളൂ. ലോകമനുഷ്യരും ദൈവവൈദ്യനും തമ്മിലുള്ളതായ വ്യത്യാസം തിരിച്ചറിയണം എന്നുണ്ടെങ്കിലുണ്ടല്ലോ. അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ലോകമനുഷ്യരും ദൈവവൈദ്യനും തമ്മിലുള്ള വ്യത്യാസം കാണാനായിട്ട് കഴിയും. 276 പേര് ഒന്നിച്ച് യാത്ര ചെയ്യുക. പോകുന്നതിന് മുമ്പ് അപ്പോസ്തലൻ പറയുകയാണ്, നമുക്കിപ്പോൾ ഈ യാത്ര വേണ്ട, ഈ യാത്രയിൽ നമുക്ക് കഷ്ടവും നഷ്ടമുണ്ടാകും. എന്നാൽ കപ്പലുടമയും മാലിന്യം പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, നല്ല കാലാവസ്ഥയാണ്, യാത്ര ചെയ്യാം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുക. ആ യാത്രയിൽ പോകുമ്പോൾ ഈശാനമൂലം ശക്തമായി അടിച്ചു. ഈശാനമൂലം ശക്തമായി അടിച്ചപ്പോൾ ലോകമനുഷ്യൻ ചെയ്തതെന്താണെന്നറിയാം? കപ്പലിൻ്റെ ബാലൻസ് നിയന്ത്രിക്കുവാൻ അവരുടെ കരങ്ങളിലൊക്കെ ഉണ്ടായിരുന്നെടുത്ത് കടലിലേക്ക് കളയുക. അവർ കടലിലേക്ക് കളഞ്ഞ് കപ്പലിനെ നിയന്ത്രിക്കാൻ പോകുക. എന്നാൽ ഒരു ദൈവവൈദ്യ ചെയ്തൊരു കാര്യമുണ്ട്. എന്താ ചെയ്തതെന്നറിയാമോ? അവൻ കപ്പലിൻ്റെ അടിത്തട്ടിലിറങ്ങി അവൻ മുട്ടുമടക്കി കഴിഞ്ഞപ്പോൾ 27-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ അപ്പോസ്തലൻ്റെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, എൻ്റെ ഇടയവനും ഞാൻ സേവിച്ചു വരുന്നതിനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിൽക്കുന്നത് ഞാൻ സ്പഷ്ടമായി കണ്ടു. അവനൊരു ദർശനം കൊടുക്കുക, അല്ലയോ പൗലോസേ, നീ ഭയപ്പെടേണ്ട, നിന്നോട് കൂടെയുള്ളവർ തകർക്കപ്പെടുകയില്ല, അവരെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുക, വിളിച്ചിറക്കിയവൻ മതിയായവനാകുന്നുവെന്ന് ഉള്ള ദർശനം അപ്പോസ്തലന് കൊടുക്കുകയാണ്. ലോകമനുഷ്യൻ നിയന്ത്രിക്കാൻ പോകുമ്പോൾ, ബാലൻസ് നിയന്ത്രിക്കാൻ പോകുമ്പോൾ ദൈവവൈദ്യൽ മുട്ടുമടക്കി. ഞാനും നിങ്ങൾ മുട്ടുമടക്കണം. ദൈവസന്നിധിയിൽ മുട്ടുമടക്കി മതിയാകുള്ളൂ പ്രിയപ്പെട്ടവരെ. ഈ കാലഘട്ടത്തെ നോക്കി മുട്ടുമടക്കണം, തലമുറയെ നോക്കി മുട്ടുമടക്കണം. ഇല്ല എങ്കിൽ അപകടത്തിൽ നിന്ന് അപകടത്തിലേക്ക് പോകും. നമ്മുടെ സൗകര്യങ്ങൾ നമ്മൾ വർദ്ധിപ്പിക്കുവാനായിട്ടല്ല നോക്കേണ്ടത്, ദൈവകൃപയിൽ ശക്തിപ്പെടുവാൻ കഴിയേണ്ട ഏറെ ആവശ്യമാണ്. അപ്പോസ്തലൻ പറയുകയാണ്, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. പ്രിയപ്പെട്ടവരെ, 25 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇറങ്ങിത്തിരിച്ചതാണ്. 25 കൊല്ലങ്ങൾക്ക് മുമ്പ് ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ട് ഇറങ്ങിത്തിരിച്ചതാണ്. ജോലിയില്ലാഞ്ഞിട്ട് ഇറങ്ങിത്തിരിച്ചതല്ല, ഈ ഇതും ചുമ്മിക്കൊണ്ട് സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചതല്ല, ഉണ്ടായിരുന്നത് കളഞ്ഞിറങ്ങി തിരിച്ചവനാ.
എനിക്ക് 2 ആമക്കളാണ്. 2 പേരും 5 വയസ്സിന് വ്യത്യാസമാണ്. ഇളയമൻ 2 വയസ്സുള്ളപ്പോൾ അവൻ മരിച്ചുപോയവനായിരുന്നു. ഞങ്ങൾ റാന്നിയിൽ താമസിക്കുന്നത് ആ കാലഘട്ടത്തിൽ ഞാനൊരു സർക്കാർ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. സ്ഥിരപ്പെട്ടില്ല അന്ന്. അവിടെ തുടരുകയായിരുന്നെങ്കിൽ ഞാൻ സ്ഥിരപ്പെട്ടേനെ. എന്നോടൊപ്പം ഉണ്ടായിരുന്നവരെയെല്ലാം സർക്കാർ സ്ഥിരപ്പെടുത്തി. 2 വയസ്സുള്ളപ്പോൾ ഞാൻ രാവിലെ ജോലിക്ക് പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ മടിയിൽ കളിച്ച് ചിരിച്ചുകൊണ്ടിരുന്നതായ മുത്രൻ അവൻ പെട്ടെന്ന് അവൻ്റെ ജീവൻ നഷ്ടപ്പെടുക. എന്താ സംഭവിച്ചെന്നറിയത്തില്ല. അമ്മ വാവിട്ട് നിലവിളിക്കുന്നത് കേട്ടോണ്ട് ഞാൻ ഇറങ്ങിച്ചെല്ലുകയാണ്. ഞാൻ പോകാൻ ഡ്രസ്സ് ധരിച്ചുകൊണ്ടിരിക്കുന്നു. ഭാര്യ എനിക്ക് കൊണ്ടുപോകാനുള്ള ഭക്ഷണം എടുത്തുകൊണ്ടിരിക്കുക. ഞാൻ ഇറങ്ങിച്ചെല്ലുമ്പോൾ അമ്മയുടെ കയ്യിൽ എൻ്റെ ഇളയ പുത്രൻ ഇങ്ങനെ ഒരു വിറക് കഷ്ണം പോലെ കയ്യിലിരിക്കുകയാണ്. 2 വയസ്സുള്ളൊരു കുഞ്ഞ് എത്രയുണ്ടെന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ കുഞ്ഞിനെ ഞാനിങ്ങനെ കയ്യിലേക്ക് എടുക്കുമ്പോൾ യാതൊരു ചലനവുമില്ല. അവനെ ഞാൻ വാരി തോളിലിട്ടിട്ട് ആ കുഞ്ഞുമായിട്ട് ഞാൻ ആ മലയിലും താഴോട്ട് ഓടുകയാണ്. വഴിയും ഒന്നുമുള്ള സ്ഥലമല്ലെന്ന്. ഇപ്പോഴും വലിയ സൗകര്യങ്ങളൊന്നുമില്ല. വലിയൊരു മലയുടെ മണ്ടയ്ക്കാണ് താമസിക്കുന്നു. ആ കുഞ്ഞിനെ തോളിലിട്ടുകൊണ്ട് താഴോട്ട് ഓടുമ്പോൾ ഈ കുഞ്ഞിൻ്റെ ശരീരഭാരം കൂടുകയാണ്. ശരീരഭാരം കൂടിയിട്ട് എനിക്ക് അവനുമായിട്ട് ഓടാൻ പറ്റുന്നില്ല. എൻ്റെ ഭാര്യ അന്നേരം ധരിച്ചിരുന്ന വസ്ത്രത്തോടു കൂടെ വരികയാണ്. അവിടുന്ന് താഴെ റോഡിലിറങ്ങി കുറേ കൂടെ ദൂരം ഓടി. ആ ഓട്ടത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ദൈവമേ, ഇത് നിൻ്റെ വകയാണ്, ഇത് നിൻ്റെ ദാനമാണ്. ഞങ്ങൾക്ക് അവകാശമില്ല. ഞങ്ങളെ വളർത്താൻ ഏൽപ്പിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. നിനക്കിഷ്ടമാണെങ്കിൽ, നിനക്ക് ഹിതമാണെങ്കിൽ മടക്കി തരണം. ഇപ്പം നമ്മൾ മക്കളെയെല്ലാം നോക്കി പറയുന്നത് ഇതെല്ലാം എൻ്റേതാ, മക്കളെല്ലാം എൻ്റേതാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ കുഞ്ഞിനെ ചുമ്മിക്കൊണ്ട് ഞാൻ ഓടുകയാണ്. ഓട്ടത്തിൽ ഇതാണ് പറയുന്നത്. ഒരു വാഹനം കിട്ടി. ആ വാഹനത്തിൽ പ്രവേശിച്ചു. എൻ്റെ മടിയിൽ അവൻ്റെ തല, ഭാര്യയുടെ മടിയിൽ അവൻ്റെ കാലും ഉടലുമായിട്ടിങ്ങനെ ഈ കുഞ്ഞുമായിട്ട് യാത്ര ചെയ്യുക. കുറേ ദൂരം യാത്ര ചെയ്തു. ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ്. ആ യാത്ര കുറേ ദൂരം പോയി. ആ യാത്രയിലും ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഇത് നിൻ്റെ ദാനം, നമുക്ക് അവകാശമില്ല. പക്ഷേ നിനക്ക് ഹിതമാണെങ്കിൽ മടക്കിത്തരണം. ആ യാത്രയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു. മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കാൻ ചിലപ്പോൾ കഴിയത്തില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു. ദൈവം അവൻ്റെ ജീവനെ മടക്കിത്തന്നു. അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അവിടെ കിടത്തിയിരിക്കുകയാണ്. മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ വികാരിയച്ഛനും കൊച്ചമ്മയും ഇതറിഞ്ഞുകൊണ്ട് ആശുപത്രിയിലേക്ക് വരികയാണ്. ആശുപത്രിയിലേക്ക് വന്നപ്പോൾ എന്നെ മാറ്റി നിർത്തി പറഞ്ഞു. അച്ഛനുമുണ്ട്, അന്ന് അടുത്തൊരു പള്ളിയിലൊരു അച്ഛനുമുണ്ട്. ഇവർ 3 പേരും കൂടെ എന്നെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, മോനെ, പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞൊരു വാചകം, മോനെ, ചപ്പും ചവറും വിട്ടിറങ്ങടാ. നിന്നെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് ഈ സുവിശേഷം ചുമക്കണമെന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഇടവേ സജീവമാണ്, എല്ലാ കാര്യത്തിലും സജീവമാണ്. അതുകൊണ്ട് പറഞ്ഞു, മോനെ, ചപ്പും ചവറും വിട്ടിറങ്ങടാ, ഇതാ ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു, അച്ഛാ, പ്രാർത്ഥിക്കും, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ 6 മാസം പാഴ്സനേജിൽ രാത്രി പോയിരുന്ന് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ജഡരക്തങ്ങളോട് ഞാൻ ചോദിച്ചില്ല. ഞാൻ ജോലി വിട്ടതും കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിത്തിരിക്കാൻ ജഡരക്തങ്ങളോട് ഞാൻ ചോദിച്ചില്ല. എന്നെ ഈ ദർശനം തന്ന അച്ഛൻ്റെ പള്ളിയിൽ ഇന്നലെ രാത്രി ഞാൻ പ്രസംഗിച്ചു. പ്രിയപ്പെട്ടവരെ, ആ മോനിപ്പോൾ 28 വയസ്സായി. എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി. അവിടെയും തീർന്നില്ല പ്രിയപ്പെട്ടവരെ. അവിടെയും കൊണ്ട് അവസാനിച്ചില്ല. പിന്നെയും ശോധനയുടെ കാലഘട്ടം മാത്രമായിരുന്നു. പ്രതിസന്ധിയുടെയും വേദനയുടെയും രോഗത്തിൻ്റെയും കാലഘട്ടം മാത്രമായിരുന്നു. ജീവിതത്തിൽ ഏറെ ക്ലേശങ്ങളായിരുന്നു. തമ്പുരാന് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞപ്പോൾ ക്ലേശങ്ങളിൽ നിന്ന് ക്ലേശങ്ങൾ, ബന്ധനങ്ങളിൽ നിന്ന് ബന്ധനങ്ങൾ, പോരാട്ടങ്ങളിൽ നിന്ന് പോരാട്ടം. ഇങ്ങനെ പോയപ്പോൾ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, 2 കൈ നീട്ടി തരിക, സ്വീകരിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം സുന്ദരമായൊരു രോഗം ശരീരത്ത് വന്നു. ആ രോഗത്തിന് മെഡിക്കൽ ശാസ്ത്രം ഒരു പേരിട്ടു, അക്ലേഷ്യ കാർഡിയ. കേൾക്കണോ? അത് എന്താണെന്നറിയാമോ? ഭക്ഷണം കഴിക്കുമ്പോൾ ഇറങ്ങിപ്പോകുന്നൊരു കുഴൽ എല്ലാവർക്കും ഉണ്ടല്ലേ? ഉണ്ടോ? വെള്ളം കുടിക്കുമ്പോൾ ഇറങ്ങിപ്പോകുന്നൊരു കുഴലുണ്ടോ? ഉണ്ടോ? അച്ഛാ, 2 മിനിറ്റ് കൂടെ എടുത്തോട്ടെ. ഉണ്ടോ? ഭക്ഷണം ഇറങ്ങിപ്പോയിട്ട് ആരെങ്കിലും നന്ദി പറഞ്ഞു? ഇന്ന് വല്ലതും കഴിച്ചപ്പോഴും ഒരു തടസ്സവും ഇല്ലാതെ ഇറങ്ങിപ്പോയപ്പോൾ ആരെങ്കിലും നന്ദി പറഞ്ഞു? അതിനെപ്പറ്റി ചിന്തിച്ചില്ലല്ലോ. നമ്മളെപ്പോഴാണ് ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്നത്? എന്തിനു കേട് വരുമ്പോഴാണ് ചിന്തിക്കുന്നത് അല്ലേ? ഭക്ഷണം ഇറങ്ങിപ്പോകുന്നൊരു കുടലുണ്ട്.
അന്നനാളം. ആ അന്നനാളം മുഴുവൻ പോയവനാണ് ഈ രാത്രി പ്രസംഗിക്കുന്നത്. ഇന്നിപ്പോൾ പോയിട്ടില്ല, പോയവനാണ് പ്രസംഗിക്കുന്നത്. 15 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം എൻ്റെ മുമ്പിൽ വെച്ചാൽ എനിക്ക് കുടിക്കാൻ പറ്റില്ലായിരുന്നു, ഭക്ഷണം കഴിക്കാൻ പറ്റില്ലായിരുന്നു. ഞാനെങ്ങും പോയാൽ പ്രസംഗിക്കാൻ പോയാൽ ഭക്ഷണം കഴിക്കുകയില്ല, വെള്ളം കുടിക്കുകയില്ല, വീട്ടിൽ ചെന്നിട്ട് കഴിക്കാൻ ശ്രമിക്കും. കാരണം എന്നാണെന്ന് ചോദിച്ചാൽ ഇത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അന്നനാളത്തിൽ അത് കുരുങ്ങിപ്പോവുകയാണ്. അത് താഴേക്കും പോകത്തില്ല, മുകളിലേക്കും പോകത്തില്ല. പ്രതിസന്ധിയിൽ ഏറെ മുന്നോട്ട് പോയി. ഞാൻ വിചാരിച്ചത് ഞാൻ ഏറെ ഫാസ്റ്റിംഗ് എടുക്കുന്നുകൊണ്ടാണ്, ഏറെ യാത്ര ചെയ്യുന്നതുകൊണ്ടാണ്, ഇങ്ങനെ ഉറക്കെ പ്രസംഗിക്കുന്നതുകൊണ്ടാണ്, സമയത്തിന് ആഹാരം കഴിക്കാത്തത് കൊണ്ടാണ്, ധൃതിക്ക് കഴിക്കുന്നത് കൊണ്ടാണ് എന്നൊക്കെ ചിന്തിച്ച് മുന്നോട്ട് പോയി. എന്നാൽ അതിൻ്റെ തീവ്രത കൂടി വന്നപ്പോൾ അത് എവിടെയെങ്കിലും ഒന്ന് കാണിച്ചേ മതി അകത്തുള്ളൂ എന്ന് പലരും, വല്ല ട്രീറ്റ്മെൻറ്റും ചെയ്തേ പറ്റുള്ളൂ എന്ന് പലരും പറയാനായിട്ട് ശ്രമിച്ചു. ഞാൻ പറഞ്ഞു ഓരോ കൺവെൻഷൻ കഴിയട്ടെ, ഓരോ ഉപവാസ പ്രാർത്ഥന കഴിയട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെച്ചു. എന്നാൽ 2007 ചുണ്ടയിൽ മാർത്തോമ പള്ളിയിൽ 3 ദിവസം ശുശ്രൂഷയ്ക്ക് പോയി. അവിടെ ചെന്ന് പകൽ ചെന്ന് ആഹാരം കഴിക്കാനിരിക്കുമ്പോൾ ആഹാരം ഒരു നുള്ളെടുത്ത് കഴിച്ചു. അതെൻ്റെ അന്നനാളത്തിൽ കുരുങ്ങി. അത് താഴേക്കും പോകത്തില്ല, മുകളിലേക്കും പോകത്തില്ല. കൂടെ ഇരുന്ന ഒരാൾ പറഞ്ഞു, ഇതാ നമ്മുടെ ഉപദേശി മരിക്കുന്നു. ശ്വാസം നിന്നുപോയി. പലപ്പോഴും അത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വയനാട്ടിൽ നിന്നോട് പറഞ്ഞു, ദൈവമേ, വയനാട്ടിൽ കിടന്ന് മരിക്കാൻ ഇടവരുത്. മരിക്കുകയാണെങ്കിൽ തിരുവല്ലായി വന്നിട്ടേ മരിക്കാവും. കാരണം വിളിച്ചുകൊണ്ട് പോയ അച്ഛന് കുഴപ്പം, കൂടെ വന്നവർക്ക് കുഴപ്പം, എല്ലാവർക്കും കുഴപ്പം. അതുകൊണ്ട് തിരുവല്ലായി വന്നേ മരിക്കാവൂ. 2007 ഒക്ടോബറിലെ കാര്യമാണ്. ഈ 2024 ജനുവരി മാസം, ഹല്ലേലൂയ, 12-ാം തീയതി ഞാൻ മരിച്ചിട്ടില്ല. ഇനി എപ്പോൾ എനിക്ക് മരിക്കുമെന്ന് അറിയത്തില്ല. ഇനി എപ്പോൾ മരിച്ചാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. മരണത്തെ ഞാൻ പേടിക്കുന്നില്ല, എനിക്ക് മരണഭയമില്ല. കാരണം ഞാൻ മരിച്ചാൽ അവിടെ ആണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ തിരിച്ച് 3-ാമത്തെ ദിവസം തിരുവല്ലായി വന്നു. പിറ്റേ ദിവസം തിങ്കളാഴ്ച വന്നു. പിറ്റേ ദിവസം രാവിലെ തിരുവല്ലായിൽ CMRSൻ്റെ ഒരു കൂട്ടായ്മയുണ്ട്. അച്ഛനോട് എന്ന് പറഞ്ഞു, കൂട്ടായ്മയ്ക്ക് വന്നപ്പോൾ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ചായ കൊണ്ടെന്ന് വെച്ചപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞാൽ ഞാൻ മരിച്ചു പോകും. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മോനെ മരിക്കത്തില്ല, ഇപ്പം നീ മരിക്കത്തില്ല. ഇതൊന്ന് കണ്ടുപിടിക്കണമല്ലോ. ഇതിങ്ങനെ നീ തമാശയായിട്ട് എടുക്കില്ല, ഇത് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ മുൻകൈ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. പല ആശുപത്രിയിൽ ഇറങ്ങി. അപ്പോൾ അവസാനം കണ്ടുപിടിച്ചു, എൻ്റെ അന്നനാളത്തിൻ്റെ മസിൽസുകൾ മുഴുവൻ പോയി. 2008 ഫെബ്രുവരി മാസം ഞാൻ എറണാകുളം ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. എൻ്റെ അന്നനാളത്തിൽ ബലൂൺ ഡയലറ്റേഷൻ ചെയ്ത് സ്റ്റെൻറ്റ് ഇട്ടു. ഫിലിപ്പേഴ്സൺ എന്ന് പറയുന്ന ഡോക്ടർ എന്നെ 4-ാമത്തെ ദിവസം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിട്ടപ്പോൾ എന്നോട് പറഞ്ഞു, വർഗീസേ, അന്ന് എൻ്റെ വെയിറ്റ് 42 കിലോ. എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ആ ഭാഗത്തേക്കൊന്നും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല. എനിക്ക് എന്നോട് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ഞാൻ ചെന്ന എന്നെ 42 കിലോ. അന്നത്തെ എൻ്റെ പ്രായം 44 വയസ്സുമായി. 2008 4-ാം ദിവസം ഡിസ്ചാർജ് ചെയ്ത് എന്നെ വീട്ടിൽ വിട്ടിട്ട് പറഞ്ഞു, പോയി വല്ലതൊക്കെ ഒന്ന് കഴിക്കണമെന്ന് പറഞ്ഞു വിട്ടു. ഞാൻ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എൻ്റെ വെയിറ്റ് കൂടാൻ തുടങ്ങി. 1.5 മാസം കഴിഞ്ഞപ്പോൾ 52 അത് കഴിഞ്ഞ് വീണ്ടും നോക്കിയപ്പോൾ അത് 55 എന്നോട് പറഞ്ഞു വിട്ട ഒരു കാര്യമുണ്ട്, ഡോക്ടർ പറഞ്ഞു വിട്ട ഒരു കാര്യമുണ്ട്, വർഗീസേ, 6 മാസത്തേക്കേ ഉള്ളൂ ഇതിൻ്റെ കാലാവധി. ഈ ചെയ്ത് വിട്ടിരിക്കുന്ന ട്രീറ്റ്മെൻറ്റിന് ഈ ശുശ്രൂഷയ്ക്ക് 6 മാസം, അങ്ങേയറ്റം പോയാൽ 6 മാസം കഴിഞ്ഞാൽ ഇത് പഴയതിലേക്ക് പോകുമെന്ന് പറഞ്ഞ് ലോകവൈദ്യന്മാരെന്നെ പറഞ്ഞു വിട്ടതാ. ഞാൻ 1 വർഷം മാത്രമേ ആശുപത്രിയിലേക്ക് ഫോളോപ്പിന് വേണ്ടി പോയിട്ടുള്ളൂ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഈ രാത്രികാലം പറയട്ടെ, 6 മാസം എന്ന് പറഞ്ഞ് ലോകവൈദ്യന്മാർ പറഞ്ഞു വിട്ടെങ്കിൽ, ഹല്ലേലൂയ, കഴിഞ്ഞ 16 വർഷമായി അതിൻ്റെ ബലം കെടുത്താതെ നിർത്തിയിരിക്കുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ട്. അവനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വേദനകൾ വരുമ്പോൾ, നൊമ്പരം വരുമ്പോൾ ഞാൻ എൻ്റെ വിശ്വാസ മുഖത്തോടെ പറയുന്ന ഒരു വാചകം കൂടെ ഉണ്ട്. അത് പറഞ്ഞ് നിർത്തട്ടെ. ആ ഒറ്റ വാചകം കൂടെ പറഞ്ഞു നിർത്തട്ടെ. ഇരിക്കുവാനൊരു പാദപീഠം, ചാരുവാനൊരു തിരുമാർവ്, നോക്കുവാനൊരു തിരുമുഖം. ഒന്നുകൂടെ പറയാം. ഇരിക്കാനൊരു പാദപീഠം, ചാരാൻ ഒരു തിരുമാർവ്, നോക്കാൻ ഒരു തിരുമുഖം. വേറിടമില്ല. ഇന്ന് പലരും പലയിടങ്ങൾ തേടുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, മടങ്ങി വരണം. ഈ
156 വർഷത്തെ കൺവെൻഷൻ 2ാമത്തെ രാത്രിയിൽ ദൈവസന്നിധിയിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. നമ്മുടെ കഴുത്തുകളെ നമുക്ക് വണക്കാം, നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊന്ന് ഏകാഗ്രമാക്കാം. കേട്ട വചനത്തിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ നമുക്കൊന്ന് വിനയപ്പെടുത്താം. ഇമ്പമുള്ള ജീവിതാവും മാനങ്ങളോ ഇമ്പമുള്ള ഏറെ ധന മാനങ്ങള് തുമ്പമറ്റ സൗഖ്യങ്ങള് ചോദിക്കുന്നില്ലേയാടിയാർ നിന്റെ ഹിതം നിത്യം നാട് തേടണമേ എൻ്റെ ഗീതം എൻ പിതാവേ എൻ യഹോവേ നിന്റെ ഗീതം നിത്യനായ ഞങ്ങളുടെ ദൈവമേ, നല്ല സ്വർഗീയ പിതാവേ, ഈ രാത്രിയുടെ ശാന്തതയിൽ അവിടുത്തെ സന്നിധിയിലിരുന്നു കൊണ്ട് മാറ്റമില്ലാത്ത വചനം ഞങ്ങൾക്ക് ധ്യാനിപ്പാൻ അവിടുത്തെ കൃപ തന്നതോർത്ത് നന്ദിയോട് സ്തോത്രം. ഭക്തൻ വിളിച്ചു പറഞ്ഞല്ലോ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നുവെന്ന് മറ്റുള്ളവരറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഭക്തൻ വിളിച്ചു പറഞ്ഞുവെങ്കിൽ, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ചതെല്ലാം അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായി തീരുവാൻ സ്വർഗ്ഗം അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി, ഞങ്ങളുടെ പാപം അവിടുത്തെ പാപമായി തീരുവാൻ, ഞങ്ങളുടെ പ്രത്യാശ അവിടുത്തേതായി തീരുവാൻ, ഞങ്ങളുടെ ബലം അവിടുത്തേതായി തീരുവാൻ തമ്പുരാനേ, അങ്ങയുടെ സന്നിധി രാത്രികാൽ അങ്ങയുടെ സന്നിധിയിലേക്ക് പൂർണ്ണമായി ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തി താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. തവേ, പോരാട്ടങ്ങളും ക്ലേശങ്ങളും കഷ്ടതകളും ബന്ധനങ്ങളും വരുമ്പോൾ തളർന്നു പോകുവാനായിട്ടില്ല, തകർന്നു പോകുവാനായിട്ടില്ല, ദൈവകൃപയിൽ ശക്തിപ്പെടുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. വചനം കൊണ്ട് തൻ്റെ മക്കളെ ശുശ്രൂഷിപ്പാൻ ബലം തന്നതിനായി സ്തോത്രം. വചനം തൻ്റെ മക്കളെ അവിടുന്ന് ക്രിയ ചെയ്തതിനായി സ്തോത്രം. സമർപ്പണത്തിലേക്ക് നയിച്ചതിനായി സ്തോത്രം. കർത്താവേ, പുത്തൻ കൃപകൾ നൽകി പുതിയ വർഷത്തിൽ പുതിയ നന്മകൾ അനുഭവിപ്പാൻ തൻ്റെ മക്കളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങെടുക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ, ആമീൻ. എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരിക്കൽ കൂടിയുള്ളതായ സ്നേഹവും നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.